നമ്മൾ ഗ്രാവിറ്റേഷൻ വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എൻ്റെ കയ്യിലിരിക്കുന്നത് കീം 2025 ഫിസിക്സ് സിലബസാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് ഇലാസ്റ്റിക് ബിഹേവിയർ, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, ഹൂക്സ് ലോ എന്താ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താവും, കോൺസ്റ്റൻ്റ് ആവും. അതിന് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറയും. അതിൽ ഈ സ്ട്രെസ് രണ്ട് ടൈപ്പാണ്. ടാൻജൻഷ്യൽ സ്ട്രെസ്സും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ സ്ട്രെസ്സും ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്താ, ലീനിയർ സ്ട്രെയിൻ ഉണ്ട്, വോളിയം സ്ട്രെയിൻ ഉണ്ട്, ഷിയർ സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ദർ ആർ 3 മോഡുലി ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ആണ്. അതിൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു എന്താ, എഫ് ഡിവൈഡഡ് ബൈ എ. ഇതാണ് സ്ട്രെസ്സ്. പിന്നെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ മേലെ പോകും. ഓക്കെ, ഈ ഇലാസ്റ്റിക് റീസ്റ്റോറിങ് ഫോഴ്സ് സാധാരണ ചോദിക്കുന്നതാണ്. എഫ് ഈസ് ഈക്വൽ ടു വൈ ഉണ്ട്, എ ഉണ്ട്, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഉണ്ട്, ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, അതിൽ നമ്മൾ ഒരു റോഡിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിന് നമ്മൾ തേർമൽ സ്ട്രെസ് എന്നാണ് പറയുക. ആ തേർമൽ സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. വൈ ഉണ്ട്, ഡെൽറ്റ ബൈ എല്ലിനെ ആൽഫ ഡെൽറ്റ ടി എന്ന് പറയാം. അതിൽ ആൽഫയെ നമ്മൾ എന്താ പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നാണ് പറയുക. ഇത് തേർമൽ സ്ട്രെസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പറയാം നമുക്ക്. പിന്നെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്ട്രിങ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എ, പിന്നെന്താ എക്സ് ആണ് ഇലോങ്ങേഷൻ കേട്ടോ, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2L പറയാം. ദിസ് ഈസ് ദി ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്ട്രിങ്. ഓക്കെ, അതുപോലെ സ്മോൾ യു പറഞ്ഞ എനർജി ഡെൻസിറ്റിയാണ്. അത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. അതിനെ നിങ്ങൾക്ക് ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു ഈ സിഗ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെയിനാണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ പറയാം, സിഗ്മ സ്ക്വയർ. അത് എനർജി ഡെൻസിറ്റിയാണ്, എനർജി ഡെൻസിറ്റി. ഇനി ഇതിനെ തന്നെ നമുക്ക് എന്താ മറ്റൊരു വിധത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആ ഫോം. അതായത് ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പിന്നെന്താ നമുക്ക് സ്ട്രെസ്. ഇത് എനർജി ഡെൻസിറ്റിയാണ് കേട്ടോ. സ്ട്രെസ് ഇൻറ്റു നമുക്കെന്ത് പറയാം, സ്ട്രെയിൻ എന്ന് പറയാം. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, പിന്നെ ഇവിടെ യങ്സ് മോഡുലസ്, പിന്നെ ബൾക്ക് മോഡുലസ് ഉണ്ട്. ഈ ബൾക്ക് മോഡുലസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ, ഈ ബൾക്ക് മോഡുലസ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. ഓക്കെ, ഈ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് അപ്ലൈഡ് പ്രഷറാണ്, ഡെൽറ്റ പി അപ്ലൈഡ് പ്രഷർ. ഓക്കെ, ഡിവൈഡ് ബൈ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ആണ്. ആ ഡിവൈഡഡ് ബൈ വി എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ മേലെ, ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേലെ കയറി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വി പറയാം, ഇവിടെ വി. ഇനി സാധാരണ ബൾക്ക് മോഡുലസ് പറയുമ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ ഇടും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, പ്രഷർ ഡെൽറ്റ പി പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ വി നെഗറ്റീവ് ആവുന്ന, അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും എന്നർത്ഥം. ഇത് ബൾക്ക് മോഡുലസ്. ഇനി അവിടെ നിങ്ങൾ അറിയേണ്ടത് എന്താ, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. അതിന് നമുക്ക് കംപ്രസിബിലിറ്റി എന്ന് പറയാം, കംപ്രസിബിലിറ്റി. ഓക്കെ, പിന്നെ ഈ ബൾക്ക് മോഡുലസ്, പിന്നെ ലിക്വിഡിന് ബൾക്ക് മോഡുലസ് മാത്രമേ ഉള്ളൂ. അതായത് യങ്സ് മോഡുലസ് ഇല്ല, അതുപോലെ തന്നെ ഷിയർ മോഡുലസും ഇല്ല. ലിക്വിഡിന് മാത്രമല്ല, ലിക്വിഡിനും ഗ്യാസസിനും, അതായത് ഫ്ലൂയിഡ്സ് ഇൻ ജനറൽ എന്താ ബൾക്ക് മോഡുലസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ഗ്യാസസിന് 2 ബൾക്ക് മോഡുലസ് ഉണ്ട്. ഓക്കെ, ഐസോതെർമൽ ബൾക്ക് മോഡുലസും ഉണ്ട്, അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്യാസസിൻ്റെ നമുക്ക് എന്താ പറയുക നോക്കാം. അത് അപ്പോൾ ഇത് ഗ്യാസസിൻ്റെ ബൾക്ക് മോഡുലസ് പറയുമ്പോൾ ഗ്യാസസിൻ്റെ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ഐസോതെർമൽ പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രഷറാണ്. ഓക്കെ, ഇനി ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസസ് എന്താ, അണ്ടർ അഡിയാബാറ്റിക് കണ്ടീഷൻസ്. ഓക്കെ, അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസ് പറഞ്ഞാൽ ഗാമ പി ആണ്. അതിൽ ഗാമയെ നമ്മൾ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ 2 ഫ്ലൂയിഡ്സിന് ജനറലി ബൾക്ക് മോഡുലസ് മാത്രമേ ഉള്ളൂ. യങ്സ് മോഡുലസ് ഇല്ല, ഷിയർ മോഡുലസ് ഇല്ല. അതായത് ഗ്യാസസിനും ലിക്വിഡ്സിനും. അതിൽ ലിക്വിഡ്സിന് ബൾക്ക് മോഡുലസ് മാത്രം, പക്ഷേ ഗ്യാസസിന് 2 ബൾക്ക് മോഡുലസ് ഉണ്ട്, ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ആൻഡ് അഡിയാബാറ്റിക് ബൾക്ക് മോഡുലസ്. പിന്നെ ബൾക്ക് മോഡുലസ്, പിന്നെ ഷിയർ മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. അത് പ്രശ്നമില്ലല്ലോ. ഷിയർ മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈറ്റയാണ്. ഓക്കെ, ഇവിടെ എന്താ ടാൻജൻഷ്യൽ സ്ട്രെസ്സാണ്.
എഫ് ഡിവൈഡ് ബൈ എ. പിന്നെ എന്താ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളാണ്. ഓക്കെ, അത് റിജിഡിറ്റി മോഡുലസ്. പിന്നെ പോസോൺസ് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ പറയാം. ഓക്കെ, ദിസ് ഈസ് നെഗറ്റീവ് ഓഫ് എന്താ ലാറ്ററൽ സ്ട്രെയിൻ ആണ്. നെഗറ്റീവ് ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ ഓക്കെ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലീനിയർ സ്ട്രെയിൻ, അതാണ് പോസോൺസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ പോസോൺസ് റേഷ്യോ എപ്സിലോൺ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പിന്നെന്താ നമുക്ക് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ. ഓക്കെ, പിന്നെന്താ ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ എന്നാണ്. അപ്പോൾ മേലെ വരേണ്ടത് ലാറ്ററൽ സ്ട്രെയിൻ പറഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ആർ ആണ് മേലെ വരേണ്ടത്. ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ലീനിയർ സ്ട്രെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ വരും. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ. ഇതാണ് പോസോൺസ് റേഷ്യോ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഡെൽറ്റ വി ബൈ വി പറഞ്ഞാൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം 1 - 2 ഇൻറ്റു എപ്സിലോൺ. എപ്സിലോൺ പറഞ്ഞു കഴിഞ്ഞാൽ പോസോൺസ് റേഷ്യോ. ഓക്കെ, പിന്നെന്താ ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ പറയാം. ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, പിന്നെ അടുത്തത് എന്താ പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ പ്രഷർ പി ഈക്വൽ ടു നമുക്ക് എന്താ പറയാം എച്ച് റോ ജി പറയാം. അതിൽ എച്ച് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് കോളം, പിന്നെ റോ പറഞ്ഞാൽ ഡെൻസിറ്റി ആൻഡ് ജി ഇസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. പിന്നെ പാസ്കൽസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ when pressure is applied to a liquid at rest then it is transmitted undiminished to everywhere in the liquid. അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഇതാ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഫ് ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. ഇവിടുത്തെ ഈ പിസ്റ്റണിൻ്റെ ഏരിയ സ്മോൾ എ വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഇതേ കിട്ടുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആണ്. ഇവിടുത്തെ പിസ്റ്റണിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര പ്രഷറാണോ കൊടുക്കുന്നത് എന്താ എഫ് ബൈ എ. ഓക്കെ, അത് തന്നെയാവും ഇവിടുത്തെ പ്രഷർ. ദാറ്റ് ഈസ് എഫ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നോ ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു ദിസ് ഈസ് ക്യാപിറ്റൽ എ ഡിവൈഡ് ബൈ സ്മോൾ എ ഇൻറ്റു സ്മോൾ എഫ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ എന്താ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്. പിന്നെ ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഓൺ ഫ്ലൂയിഡ് പ്രഷർ. അതെന്താ ഗ്രാവിറ്റിക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് ഫ്ലൂയിഡ് പ്രഷർ, റൈറ്റ്. പിന്നെ അടുത്തത് എന്താ വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിസ്കസ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഈറ്റ ഉണ്ട് എ ഏരിയ, പിന്നെ ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ആണ്. ഡി വി ബൈ ഡി എക്സ്. ആ ഡി വി ബൈ ഡി എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നാണ്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഇത് നമ്മൾ ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യാണ് വിചാരിച്ചോ. അപ്പോൾ ലിക്വിഡ് ലെയർ മേലോട്ട് പോകും തോറും ലിക്വിഡ് ലെയറിൻ്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി വി ആണ്, ഇവിടുത്തെ വെലോസിറ്റി വി പ്ലസ് ഡി വി ആണ്. ഓക്കെ, അതിൽ നോക്കൂ ഈ ഡിസ്റ്റൻസ് ഡി എക്സ് ആണ്. ഡി എക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡി എക്സ് ഡിസ്റ്റൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഡി വി വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സോ ഡി വി ബൈ ഡി എക്സ് ഈസ് കോൾഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ദിസ് ഈസ് ദ വിസ്കസ് ഫോഴ്സ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണെന്നറിയോ, അടുത്തത് ഇതിനകത്ത് സ്ലോക്സ് ലോ ആൻഡ് ടെർമിനൽ വെലോസിറ്റി ആണ്. അതിൽ വെൻ എ സ്മോൾ സ്ഫിയർ ഈസ് മൂവിങ് ത്രൂ എ വിസ്കസ് മീഡിയം. ഓക്കെ, വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ after some time it will attain a constant velocity and is called terminal velocity. അപ്പോൾ ആ ടെർമിനൽ വെലോസിറ്റി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ദിസ് ഈസ് ടെർമിനൽ വെലോസിറ്റി 2 ഡിവൈഡഡ് ബൈ 9 പിന്നെന്താ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ. ഓക്കെ, ഇൻറ്റു ആർ സ്ക്വയർ വരും. ഓക്കെ, ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ അവിടെ നമ്മൾ ഈ ടെർമിനൽ വെലോസിറ്റി പറഞ്ഞാൽ സ്ഫിയറിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ അതിൽ ടെർമിനൽ വെലോസിറ്റീൻ്റെ സ്റ്റോക്സ് ലോ ഉണ്ട്. സ്റ്റോക്സ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 6 പൈ ഈറ്റ ആർ വി, ഇതാണ് വിസ്കസ് ഫോഴ്സ്. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു ദ അപ്പാരൻറ്റ് വെയിറ്റ് എന്നാ. അപ്പാരൻറ്റ് വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 പൈ ഉണ്ട്, പിന്നെന്താ ആർ ക്യൂബ് ഉണ്ട്, പിന്നെ റോ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഴുന്ന സ്ഫിയറിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ത്രൂ എ മീഡിയം ഓഫ് ഡെൻസിറ്റി സിഗ്മ. ഓക്കെ, അപ്പോൾ ഇൻറ്റു ജി. അവിടെ നിന്നാണ് നമ്മൾ ആ ടെർമിനൽ വെലോസിറ്റി വി കാണുന്നത്. ആ വി ആണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അത് സാധാരണ എന്താണെന്നറിയോ
ചോദിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ടെർമിനൽ വെലോസിറ്റി നമ്മൾ ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഒരു സ്ഫിയർ വീഴുകയാണെങ്കിൽ ടൈം നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന എക്സ് ആക്സിസിലാണ്, വെലോസിറ്റി വൈ ആക്സിസിലാണ്. അപ്പോൾ നോക്കൂ, ആദ്യം വെലോസിറ്റി കൂടി പിന്നെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇതാണ്. അതായത് ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. ദിസ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ സ്മോൾ സ്ഫിയർ മൂവിങ് ത്രൂ എ വിസ്കസ് മീഡിയം. ഓക്കെ, അതിൽ ടെർമിനൽ വെലോസിറ്റി റെയ്നോൾഡ്സ് നമ്പർ. ഈ റെയ്നോൾഡ്സ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൻ റെയ്നോൾഡ്സ് നമ്പർ NR വിചാരിച്ചോ. ഓക്കെ, ദിസ് ഈസ് വി റോ ഡി ഡിവൈഡഡ് ബൈ ഈറ്റ പറയാം. വി റോ ഡി ഡിവൈഡ് ബൈ ഈറ്റ. അതിൽ വി പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ക്രിട്ടിക്കൽ വെലോസിറ്റി, റോ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി, ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ഫ്ലോ ആൻഡ് ഈറ്റ ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇനി നമുക്ക് ഈ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ ഈസ് സ്റ്റഡി ഓർ സ്ട്രീം ലൈൻഡ്, മോർ ദാൻ 3000 ആണെങ്കിൽ ടേർബുലൻ്റ് ആണ്, ബിറ്റ്വീൻ 2000 ആൻഡ് 3000 ആണെങ്കിൽ ഫ്ലോ ഈസ് അൺസ്റ്റേബിൾ എന്നാണ് പറയുക. അതായത് ടേർബുലൻ്റ് ആവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്ട്രീം ലൈൻഡ് ആവും, പിന്നെയും ടേർബുലൻ്റ് ആവും. അങ്ങനെ ഒരു സ്റ്റേബിൾ ഫോമിലല്ല ഉണ്ടാവുക. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ, സ്ട്രീം ലൈൻ ഫ്ലോ, ടേർബുലൻ്റ് ഫ്ലോ, ക്രിട്ടിക്കൽ വെലോസിറ്റി. അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റി പറഞ്ഞാൽ ഈ സ്പീഡ് ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാൾ കൂടിയാൽ ടേർബുലൻ്റ് ആയി, കുറവാണെങ്കിൽ സ്ട്രീം ലൈൻഡ് ആണ്. ഓക്കെ, പിന്നെ ബെർണോളീസ് തിയറം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഈ ബെർണോളീസ് തിയറം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ. ഓക്കെ, പിന്നെന്താ പ്ലസ് റോ ജി എച്ച്, ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണ്. ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്സ്. അതിൽ ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്താ? ദാറ്റ് ഈസ് ദ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് റോ ജി എച്ച് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇനി ഇതിനകത്ത് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വെലോസിറ്റി ഹെഡ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വെലോസിറ്റി ഹെഡ്. ഓക്കെ, ഇനി പി ഡിവൈഡഡ് ബൈ റോ ജി, ദിസ് ഈസ് കോൾഡ് പ്രഷർ ഹെഡ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് പ്രഷർ ഹെഡ്. ഇതിനൊക്കെ ഹൈറ്റിൻ്റെ ഡയമെൻഷനാണ് കേട്ടോ, ഹൈറ്റിൻ്റെ ഡയമെൻഷനാണ്. ആൻഡ് എച്ച്, ഓക്കെ, എച്ച്, ദിസ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഹെഡ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഹെഡ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്പീഡ് ഓഫ് റിഫ്ലക്സാണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ടാങ്ക് ഉണ്ട്. ഓക്കെ, ആ ടാങ്കിനകത്ത് നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ലിക്വിഡ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മളൊരു ഹോള് ഉണ്ട്, അപ്പോൾ ആ ഹോള് ഫ്രീ സർഫസിൽ നിന്ന് എച്ച് ഡെപ്തിലാണ്. അപ്പോൾ ഇവിടുന്ന് ലിക്വിഡ് പുറത്തേക്ക് വരും. ആ ലിക്വിഡ് പുറത്തേക്ക് വരുന്ന സ്പീഡിന് നമ്മൾ സ്പീഡ് ഓഫ് റിഫ്ലക്സ് എന്നാണ് പറയുക. അതെന്താ? √2gh എന്നാണ്, √2gh. ഓക്കെ, അതിൽ ഇത് നോക്കൂ, ഇവിടുന്ന് വരുന്ന ലിക്വിഡ് ഇങ്ങനെ വന്ന് ഇവിടെ വീണു വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് റേഞ്ച് എക്സ്. ഓക്കെ, ആ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? √2gh √2gh ദാറ്റ് ഈസ് ദ സ്പീഡ് ഇൻറ്റു ടൈം. ടൈം ഈക്വൽ ടു √2 ഇൻറ്റു ക്യാപിറ്റൽ H മൈനസ് H ഡിവൈഡഡ് ബൈ ജി വരും. ഓക്കെ, അപ്പോൾ ആ റേഞ്ച് എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു √, ഓക്കെ, H ഇൻറ്റു H മൈനസ് H വരും. ഓക്കെ, 2 ഇൻറ്റു √H ഇൻറ്റു H മൈനസ് H വരും. അതാണ് റേഞ്ച്. ഓക്കെ, എത്ര അകലെ പോയിട്ടാണ് ആ ലിക്വിഡ് വീഴുക എന്നുള്ളത്. ഓക്കെ, പിന്നെ അവിടെ നിങ്ങൾ ഇതിനകത്ത് അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറയുക? ഈ സ്പീഡ് ഓഫ് ഫ്ലോയിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞു കഴിഞ്ഞാൽ A1V1 ദിസ് ഈസ് ഈക്വൽ ടു A2V2. A1V1 ഈക്വൽ ടു A2V2. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് വരികയാണ് വിചാരിച്ചോ. അപ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം താഴോട്ട് വരികയാണെങ്കിൽ താഴെ എത്തുമ്പോൾ വെലോസിറ്റി കൂടും, താഴോട്ട് വരില്ലേ? വെലോസിറ്റി കൂടുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ആ ഫ്ലോയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. ഓക്കെ, അതാണ് ആ A1V1 ഈക്വൽ ടു A2V2. പിന്നെ ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് വോളിയം പെർ സെക്കൻഡാണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബെർണോളീസ് തിയറം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഇനി വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ ഇവിടുന്ന് നോക്കൂ, ഈ ലിക്വിഡ് ഇജക്റ്റ് ചെയ്തിട്ട് വന്ന് വീഴുന്ന ദൂരം ഇതാണ്. ഓക്കെ, അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ടാങ്ക്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എച്ച്. ഓക്കെ, ആ എച്ച്
നമ്മൾ ഇവിടുന്ന് ലിക്വിഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇവിടെ വീഴും. ഓക്കെ, ഇനിയിപ്പോൾ എന്താ അറിയോ, ഇവിടെ ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ H മൈനസ് എച്ച് ആണ്, ക്യാപിറ്റൽ H മൈനസ് എച്ച്. അതായത് ഇത് മേലേന്ന് എച്ച് താഴെ. ഇനിയിപ്പോൾ ഇതെന്താണെന്നോ, ഇത് താഴേന്ന് എച്ച്. ഓക്കെ, ഇവിടെ മേലേന്ന് എച്ച്, ഇവിടെ താഴേന്ന് എച്ച്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലിക്വിഡും അവിടെ പോയിട്ടാണ് വീഴുക. നമ്മൾ പ്രൊജക്ടൈലിലെ രണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഒരേ റേഞ്ച് കിട്ടും എന്ന് പറയും, തീറ്റായും 90 മൈനസ് തീറ്റായും. അതേപോലെയാണ് ഇവിടെ രണ്ട് ഹൈറ്റിൽ നമ്മൾ ഈ ഹോള് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ റേഞ്ചാണ് കിട്ടുക. ഓക്കെ, അത് ഒന്ന് സ്മോൾ എച്ച് ഡെപ്തിലും മറ്റേതെന്താ ക്യാപിറ്റൽ H മൈനസ് എച്ചിലോ. അതായത് ഒന്ന് മേലേന്ന് താഴേക്ക് എച്ച്, മറ്റേ താഴേന്ന് മേലോട്ട് എച്ച്. ഓക്കെ, ഇനി നമ്മൾ തീറ്റായിലും 90 മൈനസ് തീറ്റായിലും ഒരേ റേഞ്ചാണ്. മാക്സിമം റേഞ്ച് എവിടെയാണ്? 90 മൈനസ് തീറ്റായിലും ഒരേ റേഞ്ച്. മാക്സിമം റേഞ്ച് 90യുടെ പകുതിയാണ്, 45 ഡിഗ്രിയിൽ. അതേപോലെ നോക്കൂ, ഇവിടെ എന്താണോ ഒരേ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിലും പിന്നെന്താ ക്യാപിറ്റൽ H മൈനസ് എച്ചിലുമാണ്. എച്ചിലും ക്യാപിറ്റൽ H മൈനസ് എച്ചിലും. ഓക്കെ, ഇത് തീറ്റ 90 മൈനസ് തീറ്റ പോലെയാണ്. അപ്പോൾ മാക്സിമം റേഞ്ച് എന്താ? മാക്സിമം റേഞ്ചിന് ഇപ്പോൾ നമുക്ക് എന്താ പറയാം, ഫോർ മാക്സിമം റേഞ്ച് എന്താ, ഹോൾ എവിടെയാവണം? ഹോൾ അറ്റ് H/2 ആവണം. H/2 നമ്മൾ പഞ്ച് ചെയ്യണം. അതായത് ആ ടാങ്കിൻ്റെ നടുക്കാണ് നമ്മൾ ഹോൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മാക്സിമം റേഞ്ചിലേക്ക് പോകും. ആ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണെന്നറിയോ? അത് H ആണ്. H ദൂരേക്കാണ് ഇത് പോവുക. ഓക്കെ, അപ്പോൾ അവിടെ അത്രയുമാണ് നിങ്ങൾ അറിയേണ്ടത്, ബെർണോളീസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നറിയോ? പിന്നെ സർഫസ് എനർജി ആൻഡ് സർഫസ് ടെൻഷൻ ആണ്. അതിൽ ഈ സർഫസ് ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് വിധത്തിൽ. ഒന്ന് ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അതായത് സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത്. സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോഴ്സ് കിട്ടും. അതുപോലെ സർഫസ് ടെൻഷൻ ഈസ് ഓൾസോ ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ. അതായത് സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി കിട്ടും. ഓക്കെ, എനർജി ആ എനർജി നമുക്ക് ക്യാപിറ്റൽ U വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പിന്നെ നമ്മൾ ഈ ലിക്വിഡിൻ്റെ എനർജി ഉണ്ടല്ലോ, അതായത് അത് ഫ്രീ സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ ദ സർഫസ് വിച്ച് ഈസ് എക്സ്പോസ്ഡ് ടു എയർ. ഞാൻ പറയാം, ഇത് ഡ്രോപ്പാണ്. ഓക്കെ, ഈ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറയെ ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഈ ഔട്ടർ സർഫസ് ഏരിയ മാത്രമാണ് എയറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ 4πr² ഇൻറ്റു T ആണ്. കാരണം T പറഞ്ഞാൽ സർഫസ് ടെൻഷൻ, പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ. പക്ഷേ എല്ലാ ഏരിയയിലും എനർജി ഉണ്ടാവില്ല. എയറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ് ഫ്രീ സർഫസ് ഏരിയ, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സർഫസ് ഏരിയ മാത്രമാണ് എയറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. യൂണിറ്റ് ഏരിയയിൽ T എനർജി, അപ്പോൾ 4πr² ഏരിയയിൽ 4πr² ഇൻറ്റു T. ഓക്കെ, ഇനി നമുക്ക് എന്താ എയർ, ഇവിടെ നമുക്ക് ലിക്വിഡ് ബബിൾ ഇൻ എയർ. ഓക്കെ, ലിക്വിഡ് ബബിൾ ഇൻ എയർ, ഇത് ബബിളാണ്. ഓക്കെ, ബബിൾ. ഈ ബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇതിൻ്റെ അകത്ത് എയറാണ്, അതുപോലെ തന്നെ എന്താ പുറത്തും എയറാണ്. അപ്പോൾ ആ ഇന്നർ സർഫസ് ഏരിയ ഈസ് എക്സ്പോസ്ഡ് ടു എയർ, അപ്പോൾ അത് ഫ്രീ സർഫസ് ഏരിയ ആണ്. ഔട്ടർ സർഫസ് ഏരിയ ഈസ് ഓൾസോ എക്സ്പോസ്ഡ് ടു എയർ, അതും ഫ്രീ സർഫസ് ഏരിയ. അപ്പോൾ 4πr² ഇന്നർ, 4πr² ഔട്ടർ, അപ്പോൾ മൊത്തം 8πr² വരും. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ 8π r² ഇൻറ്റു T പറയാം. 8πr² ഇൻറ്റു T. ഓക്കെ, അവിടെ സർഫസ് എനർജി ആൻഡ് സർഫസ് ടെൻഷൻ. റൈറ്റ്. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ നമ്മൾ ഇപ്പോൾ നമുക്ക് n ഐഡൻറ്റിക്കൽ ഡ്രോപ്ലെറ്റ്സ്, ചെറിയ ഡ്രോപ്സ് കമ്പൈൻ ചെയ്ത ഒരു ബിഗ് ഡ്രോപ്പായി വിചാരിക്കുക. അപ്പോൾ ക്യാപിറ്റൽ R ഈക്വൽ ടു n⁻³ ഇൻറ്റു സ്മോൾ r എന്നാണ്. ക്യാപിറ്റൽ R ഈക്വൽ ടു n⁻³ ഇൻറ്റു സ്മോൾ r. അപ്പോൾ കുറേ ചെറിയ ഡ്രോപ്സ് ചേർന്ന് ഒരു വലിയ ഡ്രോപ്പ് ആകുമ്പോൾ അവിടെ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ എന്താ, പൊട്ടൻഷ്യൽ എനർജിയും കുറയും. അപ്പോൾ ആ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ΔU, ദിസ് ഈസ് ഈക്വൽ ടു 4π ഉണ്ട്, ക്യാപിറ്റൽ R² ഉണ്ട്, n⁻³ - 1 ഇൻറ്റു T. ഇതാണ് ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. സാധാരണ 8 ഡ്രോപ്സ് അല്ലെങ്കിൽ 27 ഡ്രോപ്സ് അല്ലെങ്കിൽ 125 ഡ്രോപ്സ് അങ്ങനെയൊക്കെയാണ് പറയുക. അതായത് ആ നമ്പർ ഓഫ് ഡ്രോപ്സ് എന്താവും, പൊതുവിൽ ഒരു ക്യൂബ്, എന്താ പെർഫെക്റ്റ് ക്യൂബാണ് തരിക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കാണാം. അതേപോലെ ഇനി ഒരു ഡ്രോപ്പിനെ നമ്മൾ ഒരു ബിഗ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ഈസ്
സ്പ്ലിറ്റ് ഇൻ ടു n ഐഡൻറ്റിക്കൽ ഡ്രോപ്ലെറ്റ്സ്, n ഐഡൻറ്റിക്കൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും. ആ കൂടിയ എനർജി ഇതാണ് 4πr² × n raised to 1/3 - 1 പറയാം. നമ്മൾ ക്യാപിറ്റൽ R റേഡിയസിലുള്ള ഒരു വലിയ ഡ്രോപ്പിനെ n ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ദിസ് ഈസ് ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി n ഐഡൻറ്റിക്കൽ ഡ്രോപ്ലെറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ക്യാപിറ്റൽ R റേഡിയസിലുള്ള ഒരു സിംഗിൾ ഡ്രോപ്പ് ആയാൽ ദിസ് മച്ച് ഈസ് ദ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതായത് ചെറിയ ഡ്രോപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനർജി കൂടും, കുറേ ഡ്രോപ്സ് ചേർന്ന് വലിയ ഡ്രോപ്പ് ആകുമ്പോൾ എനർജി കുറയും. ഓക്കെ, സർഫസ് എനർജി, സർഫസ് ടെൻഷൻ. പിന്നെ അടുത്തത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നമ്മൾ ഇത് ഒരു വെസൽ വിചാരിച്ചോ, വെസലോ ട്യൂബ് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നമ്മളിത് ഇങ്ങനെ ലിക്വിഡ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ അതിൽ ഇത് ഇങ്ങനെയാണ് മെനിസ്കസ് നിൽക്കുന്നത് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഇത് ട്യൂബാണ്, ആ ട്യൂബുമായിട്ട് ലിക്വിഡ് പോയി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാ. അവിടെ നിങ്ങൾ ഈ ലിക്വിഡ് സർഫസിന് ടാൻജൻറ്റ് വരയ്ക്കാം. ഓക്കെ, ടാൻജൻറ്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. ആ ടാൻജൻറ്റും സോളിഡ് സർഫസും തമ്മിലുള്ള ആംഗിളാണ്. ആ ടാൻജൻറ്റും സോളിഡ് സർഫസും തമ്മിലുള്ള ആംഗിളാണിത്. പക്ഷേ ആ ആംഗിൾ ലിക്വിഡിൻ്റെ പുറത്താ, അതെടുക്കരുത്. സി വി ഹാവ് ടു ഗെറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് ദ സോളിഡ് സർഫസ്. അത് ലിക്വിഡിന് അകത്താവണം. അതായത് ഇവിടെ തീറ്റ ഇത് <90° ആണ്, അല്ലെങ്കിൽ അക്യൂട്ടാണ്, അക്യൂട്ട്. ഇവിടെ മെനിസ്കസ് ഇതേ ഇങ്ങനെയാവും. ഓക്കെ, കോൺകേവ് മെനിസ്കസ് ആവും. ഇവിടെ കാപ്പിലറി റൈസ് ഉണ്ടാവും, കാപ്പിലറി റൈസ്. മാത്രമല്ല ഇവിടെ എന്താണോ ഈ ലിക്വിഡ് സോളിഡിനെ വെറ്റ് ചെയ്യും. ഓക്കെ, വെറ്റ്സ്, നനഞ്ഞിരിക്കും. ആ ലിക്വിഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ സോളിഡിൻ്റെ ഇന്നർ സർഫസ് നനഞ്ഞിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നറിയോ, ഇപ്പോൾ കാപ്പിലറി ട്യൂബിനകത്ത് തന്നെ മെനിസ്കസ് ഇത് ഇങ്ങനെയാണ് വിചാരിച്ചോ. മെനിസ്കസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളിത് ഇതാണ് ടാൻജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, തീറ്റ >90°. ഓക്കെ, ഇവിടെ ഒപ്റ്റ്യൂസ് ആണ്, അതായത് കാപ്പിലറി റൈസ് ഉണ്ടാവില്ല, കാപ്പിലറി ഡിപ്രഷനാണ്. അതായത് പുറത്തുള്ള ലിക്വിഡ് ഉണ്ടല്ലോ ഇതാ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാത്രം വിചാരിച്ചോ. അപ്പോൾ ഈ പുറത്ത് ഇവിടം വരെ ഉണ്ട് ലിക്വിഡ്. ആ ട്യൂബിനകത്തുള്ള ലിക്വിഡ് പുറത്തുള്ള ലെവലിനേക്കാൾ താഴെയാണ്, കാപ്പിലറി ഡിപ്രഷൻ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ >90°. ഇപ്പോൾ ഈ ട്യൂബിനകത്ത് നിന്ന് ആ ലിക്വിഡ് നമ്മളങ്ങ് ഒഴിവാക്കി വിചാരിക്കുക. അപ്പോൾ ആ ട്യൂബിനകത്ത് നനഞ്ഞിട്ടുണ്ടാവില്ല, ഡ്രൈ ആയിട്ടുണ്ടാവും. മനസ്സിലായി? അങ്ങ് ഒരു ലിക്വിഡ് അവിടെ ഉണ്ടായിരുന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതായത് ലിക്വിഡ് ഡസ് നോട്ട് വെറ്റ് സോളിഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മെനിസ്കസ് ആണ്, കാപ്പിലറി റൈസ് അല്ല, കാപ്പിലറി ഫോൾ ഓർ കാപ്പിലറി ഡിപ്രഷൻ. പിന്നെന്താ, ഡസ് നോട്ട് വെറ്റ് സോളിഡ്. പിന്നെ നമുക്ക് എന്താ പറയാം, തീറ്റ >90° പറയാം. ഇവിടെ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട് ഇവിടെ അഡ്ഹീസീവ് ഫോഴ്സ്, അഡ്ഹീസീവ് ഗ്രേറ്റർ ദാൻ കൊഹീസീവ്, അഡ്ഹീസീവ് ഗ്രേറ്റർ ദാൻ കൊഹീസീവ്. ഈ കേസിൽ നേരെ മറിച്ച് ഇവിടെയാണെങ്കിൽ എന്താ, അഡ്ഹീസീവ് ഫോഴ്സ് ഈസ് സ്മോളർ ദാൻ ദ കൊഹീസീവ് ഫോഴ്സ്. ഓക്കെ, അത് സർഫസ് ടെൻഷൻ, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പിന്നെ അടുത്തത് എന്താണെന്നറിയോ, അടുത്ത അവർ പറയുന്നത് എക്സസ് പ്രഷറാണ്. ഈ എക്സസ് പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, ഡ്രോപ്പ്. ഈ ഡ്രോപ്പിൽ എപ്പോഴും നമ്മളിപ്പോൾ എന്താണോ, നിങ്ങൾ ഇവിടെ ഒരു ബ്ലോക്ക്, ഒരു ബ്രിക്ക് ഉണ്ട്, ഇവിടെ വേറൊരു ബ്രിക്ക് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷീറ്റ് ഞാനിവിടെ ഇങ്ങനെ വെച്ച് വിചാരിക്കുക. ആ ഷീറ്റിനെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്തു, പ്രഷർ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇതിങ്ങനെയാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുമെന്നറിയോ, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യാനാണ് വിചാരിച്ചോ, പ്രഷർ എക്സേർട്ട് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാവില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മേലേന്നും താഴേന്നും നമ്മൾ പ്രഷർ കൊടുത്തു വിചാരിക്കുക. അപ്പോൾ എവിടെയാണോ പ്രഷർ കൂടുതൽ ആ ഭാഗം കുഴിഞ്ഞിരിക്കും. മനസ്സിലായില്ലേ? പ്രഷർ കൂടിയ ഭാഗമാണ് കേവ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അതായത് എപ്പോഴും ഇത് നോക്കൂ, ഇതിൻ്റെ ഉള്ളിലെ പ്രഷറാണ് കൂടുതൽ ഉണ്ടാവുക, PI. ഓക്കെ, ഇതെന്താ, POനേക്കാൾ, ഔട്ട്സൈഡ് പ്രഷറിനേക്കാൾ ഇൻസൈഡ് പ്രഷർ കൂടുതലുണ്ടാവും. അപ്പോൾ PI - PO ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 2T/R. അതാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ഓക്കെ, ഇനി ബബിൾ ആണെങ്കിൽ ഇത് ഡ്രോപ്പാണ് കേട്ടോ, ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ അകത്ത്. ഓക്കെ, ഇനി PI - PO ദിസ് ഈസ് ഈക്വൽ ടു 4T/R. ഇതാണ്, ദാറ്റ് ഈസ് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നറിയോ, അടുത്തത് നമ്മൾ കാപ്പിലറി റൈസ് ആണ്. കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ എന്താ, കാപ്പിലറി റൈസിൻ്റെ എക്സ്പ്രഷൻ H ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് പറയാമെന്നറിയാം, 2T cos θ/R ρg. അതിൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബാണ്. ഓക്കെ, R പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബാണ്. ഇതിനെ
ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 2 ഉണ്ട് ടി ഉണ്ട് ഡിവൈഡ് ബൈ ആർ റോ ജി. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ആർ പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ മെനിസ്കസ്, സ്മോൾ ആർ പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി ഗ്രാവിറ്റി ഫ്രീ സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് ഷിപ്പിനകത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലിഫ്റ്റ് പൊട്ടി താഴേക്ക് വീഴുക, അവിടേക്ക് ഗ്രാവിറ്റി 0 ആണ്. ഗ്രാവിറ്റി 0 ആകുമ്പോൾ ഇതിനകത്ത് നോക്കൂ, G0 കൊടുത്തു കഴിഞ്ഞാൽ H=∞ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ ലിക്വിഡ് അങ്ങ് ഓവർഫ്ലോ ചെയ്യും അല്ലെങ്കിൽ അങ്ങ് എന്താ പറയുക ഫൗണ്ടൻ പോലെ പോകും എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഇൻഫിനിറ്റി വരുന്ന കേസിലൊക്കെ കാപ്പിലറി ട്യൂബിൻ്റെ അറ്റം വരെ മാത്രമേ പോവുള്ളൂ. അതായത് ലിക്വിഡ് റൈസസ് ഓൺലി അപ് ടു ദ ബ്രിം ഓഫ് ദ ട്യൂബ് എന്ന് ഓപ്ഷൻ ഉണ്ടാവും, അതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടേ ഇപ്പോൾ ഈ എക്സ്പ്രഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കൂ, കാപ്പിലറി ട്യൂബിൻ്റെ ലെങ്ത് ഓഫ് ദി കാപ്പിലറി ട്യൂബ് ഇവിടെ വരുന്നില്ല. നമ്മൾ കാപ്പിലറി ഹൈറ്റ് എത്ര ഹൈറ്റിലേക്ക് വെള്ളം കയറും ട്യൂബിൽ, ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ സർഫസ് ടെൻഷൻ ഉണ്ട്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഉണ്ട്, റേഡിയസ് ഓഫ് ദ ട്യൂബ് ഉണ്ട്, ലെങ്ത് ഓഫ് ദ ട്യൂബ് ഇല്ല. ഇപ്പോൾ നമുക്കിത് ചെയ്തപ്പോൾ ഈ കാപ്പിലറി ഹൈറ്റ് H=5 മില്ലിമീറ്റർ എന്ന് കിട്ടി വിചാരിച്ചു, 5 മില്ലിമീറ്റർ. പക്ഷേ നമ്മളുടെ ട്യൂബിൻ്റെ ഹൈറ്റ് ആകെപ്പോൾ 4 മില്ലിമീറ്ററേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴെന്താണോ നോക്കൂ, ലിക്വിഡ് ഇവിടം വരെ കയറി വരേണ്ടതാണ്, പക്ഷേ നമ്മളുടെ ട്യൂബ് ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ഈ ലിക്വിഡ് ഇങ്ങനെ ഫൗണ്ടൻ ആയിട്ട് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് ചോദ്യം എന്താണെന്നറിയോ, വെൻ ദ കാപ്പിലറി ട്യൂബ് ഈസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് ഹൈറ്റ്സ്, എന്താ അവിടെയും എന്താ ലിക്വിഡ് വിൽ റൈസ് ഓൺലി അപ് ടു ദ ബ്രിം ഓഫ് ദ ട്യൂബ് എന്നാ, ആ ട്യൂബിൻ്റെ അറ്റം വരെ മാത്രമേ കാപ്പിലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, ഹീറ്റാണ്. അതിൽ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റുണ്ട്, ടെമ്പറേച്ചറുണ്ട്. അപ്പോൾ അതിൽ ഈ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ വെച്ചിട്ടാണ്. തെർമോമീറ്ററിൽ നമ്മൾക്ക് ഗ്യാസ് തെർമോമീറ്റേഴ്സ് ഉണ്ട്. ഗ്യാസ് തെർമോമീറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഓവർ ലിക്വിഡ് തെർമോമീറ്റേഴ്സ് ബിക്കോസ് ഗ്യാസസ് എക്സ്പാൻഡ് മോർ ദാൻ ലിക്വിഡ്സ് എന്നാണ്. മനസ്സിലായില്ലേ, തിയറി ക്വസ്റ്റൻ ആയിട്ട് വരും. പിന്നെയുള്ളത് നമ്മൾ റേഡിയേഷൻ പൈറോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹൈ ടെമ്പറേച്ചർ, സണ്ണിൻ്റെയൊക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ പൈറോമീറ്റർ. ഓക്കെ, പൈറോമീറ്റർ വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെയുള്ളത് മാഗ്നറ്റിക് തെർമോമീറ്റർ ആണ്. ഈ മാഗ്നറ്റിക് തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെരി ലോ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ നിയർ അബ്സല്യൂട്ട് 0. പിന്നെ ഉള്ളത് എന്താ നമ്മളുടെ തെർമോ ഇലക്ട്രിക് തെർമോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ റാപ്പിഡ്ലി വേരിയിങ്, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് തെർമോമീറ്ററിൽ നിങ്ങൾ അറിയേണ്ടത്. പിന്നെ ഗ്യാസ് തെർമോമീറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഓവർ ലിക്വിഡ് തെർമോമീറ്റേഴ്സ് ബിക്കോസ് ഗ്യാസസ് എക്സ്പാൻഡ് മോർ ദാൻ ലിക്വിഡ്സ്. അത് ഒന്ന്. പിന്നെ നമ്മൾ ഒരു തെർമോമീറ്ററിലും ടെമ്പറേച്ചർ നേരിട്ട് മെഷർ ചെയ്യല്ല ചെയ്യുക. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസോ പ്രഷറോ വോളിയമോ അങ്ങനെ മറ്റെന്തെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുന്നുണ്ടാവും. ഓക്കെ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, അതിനെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്നാണ് പറയുക. അത് പ്രഷർ ആവാം, വോളിയം ആവാം, പിന്നെ വോൾട്ടേജ് ആവാം, റെസിസ്റ്റൻസ് ആവാം, എന്തുമാവാം. അപ്പോൾ ജനറലി ഞാൻ അതിനെ X എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് അറ്റ് അൺനോൺ ടെമ്പറേച്ചർ മൈനസ് എക്സ് അറ്റ് 0 ഡിഗ്രി ഡിവൈഡഡ് ബൈ എക്സ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് മൈനസ് എക്സ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അൺനോൺ ടെമ്പറേച്ചർ കിട്ടും. അൺനോൺ ടെമ്പറേച്ചർ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ, അവിടെ പ്രഷർ ഓഫ് ദി ഗ്യാസ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ 0 ഡിഗ്രിയിലെ പ്രഷർ ഓക്കെ P0, പിന്നെ 100 ഡിഗ്രിയിലെ പ്രഷർ P100, പിന്നെ അൺനോൺ ടെമ്പറേച്ചറിലെ പ്രഷർ P വിത്ത് സഫിക്സ് T. അത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അൺനോൺ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വോൾട്ടേജ് ആവാം, റെസിസ്റ്റൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി പ്രോപ്പർട്ടി ദാറ്റ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുക അവിടെ തേർമൽ പിന്നെ ടെമ്പറേച്ചർ ഇത് അറിയണം. പിന്നെ നിങ്ങൾക്ക് എന്താ ഈ ടെമ്പറേച്ചർ സ്കെയിൽസിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ, നോക്കൂ. അപ്പോൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ C ഡിവൈഡഡ് ബൈ 5 ദിസ് ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 9 ദിസ് ഈസ് ഈക്വൽ ടു K-273 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പോൾ അതിൽ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C+273 വരും. ഓക്കെ, K പറഞ്ഞു കഴിഞ്ഞാൽ C+273. അതുപോലെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഡിവൈഡ് ബൈ 5 C+32 വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇതെന്താ
സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നിന്ന് കെൽവിൻ അല്ലെങ്കിൽ ഫാരൻഹീറ്റ് കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓൺ കെൽവിൻ സ്കെയിൽ, ദിസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓൺ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുപോലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓൺ ഫാരൻഹീറ്റ് ഡെൽറ്റ എഫ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡെൽറ്റ സി. ഓക്കെ, ഇവിടെ ഡെൽറ്റ കെ ഈക്വൽ ടു ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ 273 എന്നാണ്. 273 ബീങ് എ കോൺസ്റ്റൻറ്റ്, ഡെൽറ്റ 273 0 വരും. പിന്നെ ഇവിടെ ഡെൽറ്റ എഫ് ഈക്വൽ ടു 9/5 ഡെൽറ്റ സി, പിന്നെ ഡെൽറ്റ 32 കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ചേഞ്ച് ഇൻ 32 പറഞ്ഞാൽ 0. അപ്പോൾ അത് ഇങ്ങനെ വരും. അതായത് 10 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി കഴിഞ്ഞാൽ 10 കെൽവിൻ ചൂടാവും. ഓക്കെ, അതേപോലെ ഇവിടെ എന്താണെന്നോ 10 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഡെൽറ്റ സിക്ക് പകരം 10 എന്ന് കൊടുക്കുക. അപ്പോൾ 10/5 എന്ന് പറഞ്ഞാൽ 2 × 9 18 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാവും. മനസ്സിലായില്ല? അങ്ങനെ നിങ്ങൾക്ക് എന്താ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഫാരൻഹീറ്റിലോ കെൽവിനിലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓൺ സെൽഷ്യസ് സ്കെയിൽ ഈസ് നോൺ. ഓക്കെ, ഇനി ഇത് ആക്ച്വലി എന്താണെന്നറിയോ? ആക്ച്വലി നമ്മളെ ഫോർ എനി ടെമ്പറേച്ചർ സ്കെയിൽ, അതായത് ഇപ്പോൾ റീഡിങ് ഓൺ ദിസ് ടെമ്പറേച്ചർ സ്കെയിൽ മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിൻറ്റ്സ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിൻറ്റ്സ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിൻറ്റ്സ്, ദിസ് ഈസ് കോൺസ്റ്റൻറ്റ് എന്നാണ്. ദിസ് ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ എനി ടെമ്പറേച്ചർ സ്കെയിൽ. ഈ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഐസ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇതാ. അപ്പോൾ ഇത് ഏത് സ്കെയിലിൽ എടുത്തു കഴിഞ്ഞാലും ഇത് കറക്റ്റ് ആണെന്നാണ് മനസ്സിലാവും. അപ്പോൾ ഈ സെൽഷ്യസ് സ്കെയിലിൽ റീഡിങ്, ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളമുണ്ട്, അതിൽ ഞാൻ സെൽഷ്യസ് സ്കെയിൽ ഇറക്കി വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ റീഡിങ് സി ആണ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിൽ റീഡിങ് സി മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ്, അതായത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഓൺ സെൽഷ്യസ് സ്കെയിൽ 0 ഡിവൈഡഡ് ബൈ എന്താ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 100 - 0. ഇതാണ് റീഡിംഗ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇത് സെൽഷ്യസ് സ്കെയിലിന് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇപ്പോൾ ഒരു ഫോൾട്ടി തെർമോമീറ്റർ, ഇപ്പോൾ നമ്മളൊരു തെർമോമീറ്റർ വാങ്ങിച്ചു, സെൽഷ്യസ് വാങ്ങിച്ചു, അത് വാങ്ങിച്ചപ്പോൾ മെൽറ്റിംഗ് ഐസിൽ വെച്ചപ്പോൾ 0 റീഡ് ചെയ്തു, ബോയിലിംഗ് വാട്ടറിൽ വെച്ചപ്പോൾ 100 റീഡ് ചെയ്തു, പെർഫെക്റ്റാണ്. കാലം കുറേ കഴിഞ്ഞപ്പോൾ മെൽറ്റിംഗ് ഐസിൽ വെച്ചപ്പോൾ അത് റീഡ് ചെയ്യുന്നത് 5 ആണ്, ബോയിലിംഗ് വാട്ടറിൽ വെച്ചപ്പോൾ അത് റീഡ് ചെയ്യുന്നത് 80 ആണ് വിചാരിച്ചു. അതായത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് അനദർ സ്കെയിൽ ഹൂസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഈസ് 5 ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഈസ് 80. മറ്റൊരു സ്കെയിലായിട്ട് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഫോൾട്ടി തെർമോമീറ്റർ, ഓക്കെ, ഇറ്റ് ഷോസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആസ് 5 ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആസ് 80. അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഫോൾട്ടി തെർമോമീറ്റർ വെച്ച് നമ്മളൊരു ടെമ്പറേച്ചർ മെഷർ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ് എക്സ് ആണെന്ന് വിചാരിച്ചു. എക്സ് അത് എന്താ പറയുക കറക്റ്റ് ആവില്ല, കാരണം ഈ തെർമോമീറ്റർ തന്നെ മോശമായിട്ടുണ്ട്. ഓക്കെ, ആ തെർമോമീറ്ററിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് 5 ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞ 80 എന്നാണ്, മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് 5. ആ ഫോൾട്ടി തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് കിട്ടിയ റീഡിംഗ് ആണ് എക്സ്. അതിൽ നിന്ന് നമുക്ക് ഒറിജിനൽ സെൽഷ്യസ് റീഡിംഗ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു സെൽഷ്യസ് സ്കെയിൽ വാങ്ങിച്ചപ്പോൾ അത് മെൽറ്റിംഗ് ഐസിൽ വെച്ചപ്പോൾ 0 റീഡ് ചെയ്തു, ബോയിലിംഗ് വാട്ടറിൽ വെച്ചപ്പോൾ 100 റീഡ് ചെയ്തു, പെർഫെക്റ്റ്. കാലം കുറേ കഴിഞ്ഞപ്പോൾ മെൽറ്റിംഗ് ഐസിൽ വയ്ക്കുമ്പോൾ 5 റീഡ് ചെയ്യുന്നത്, ബോയിലിംഗ് വാട്ടറിൽ വയ്ക്കുമ്പോൾ 80 റീഡ് ചെയ്യുന്നത്. അത് കളയണ്ട, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് അനദർ സ്കെയിൽ. മനസ്സിലായുണ്ടോ? എന്നിട്ട് അതിൽ നിന്ന് റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആക്ച്വൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്നത് എന്താണെന്നറിയോ? ടെമ്പറേച്ചർ തെർമൽ എക്സ്പാൻഷൻ ആണ്. തെർമൽ എക്സ്പാൻഷൻ, ഈ തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലീനിയർ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ, പിന്നെന്താ കോഎഫിഷ്യൻ്റ് ഓഫ് എന്താ ഏരിയൽ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ബീറ്റ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഗാമ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇക്വലൻ ടു 1:2:3 എന്നാണ്. 1:2:3. അതായത് ഒരു മെറ്റീരിയലിൻ്റെ എന്താ ബീറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ട്വൈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനാണ്. അതുപോലെ ഗാമ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 3 ആൽഫ എന്നാണ് വരിക, 3 ആൽഫ. ഓക്കെ, അപ്പോൾ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ ബീറ്റയും ഗാമയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ? ഇത് ഒരു മെറ്റൽ ഷീറ്റാണെന്ന് വിചാരിച്ചോ, മെറ്റൽ ഷീറ്റ്. അവിടെ നോക്കൂ, ഇതേ ഇങ്ങനെ ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. മനസ്സിലായില്ലേ? ഇത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദേ ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഡയമീറ്റർ ഇപ്പോൾ D1 വിചാരിച്ചോ, ഈ ഹോളിൻ്റെ ഡയമീറ്റർ D2 എന്ന് വിചാരിച്ചോ, ഈ രണ്ട് ഹോളും തമ്മിലുള്ള സെപ്പറേഷൻ D3 വിചാരിച്ചോ, D3 സെപ്പറേഷൻ, രണ്ട് ഹോളും തമ്മിലല്ലേ. ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ D1 ആ ഡയമീറ്റർ ഓഫ് വലിയ ഹോൾ, D2 ഡയമീറ്റർ ഓഫ് സ്മോളർ ഹോൾ, D3 ഇത് രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ, ഇതൊക്കെ എന്താ ചെയ്യുക? കൂടുകയോ കുറയോ? അതിന് എല്ലാ ഡിസ്റ്റൻസും കൂടുക ചെയ്യുക.
മനസ്സിലായില്ലേ? അതായത് ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇതങ്ങ് വലുതാവുമ്പോൾ ഇതിനെ നമ്മൾ എൻലാർജ് ചെയ്ത് ഫോട്ടോ കോപ്പി ചെയ്ത പോലെ ഉണ്ടാവും. അതായത് ഇതിൻ്റെ വലിയൊരു വെർഷനാണ് കാണുക. അപ്പോൾ നമുക്ക് എല്ലാ ഡിസ്റ്റൻസും കൂടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്, പിന്നെ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ലിക്വിഡ്സിൻ്റെതാണെങ്കിൽ നമുക്ക് ലിക്വിഡിനൊക്കെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗാമ ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി. അപ്പോൾ അതിൽ എന്താ ലിക്വിഡ്സിനാണെങ്കിൽ ആക്ച്വൽ എക്സ്പാൻഷനും ഉണ്ട്, അപ്പാരൻ്റ് എക്സ്പാൻഷനും ഉണ്ട്. അപ്പോൾ ക്യൂബിക്കൽ എക്സ്പാൻസിവിറ്റി ഗാമ ആക്ച്വൽ ദിസ് ഈസ് ഈക്വൽ ടു ഗാമ അപ്പാരൻ്റ് പ്ലസ് ഗാമ ഓഫ് ദി കണ്ടെയ്നർ എന്നാണ്. ഗാമ ഓഫ് ദി കണ്ടെയ്നർ. അതായത് ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ലിക്വിഡ് എടുത്ത് ചൂടാക്കുമ്പോൾ ഈ ലിക്വിഡിന് ലിക്വിഡ് ആക്ച്വലി ഇപ്പോൾ ഒരു 3 ml എക്സ്പാൻഡ് ചെയ്ത് വിചാരിക്കുക. ഓക്കെ, അതിൽ അപ്പാരൻ്റ് എക്സ്പാൻഷൻ 2 ml ആണ്. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് ദി കണ്ടെയ്നർ 1 ml ആണ്. ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ റിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് എ ലിക്വിഡ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരൻ്റ് എക്സ്പാൻഷൻ പ്ലസ് എക്സ്പാൻഷൻ ഓഫ് ദി കണ്ടെയ്നർ പറയാം. ഓക്കെ, പിന്നെ അടുത്തത് അനാമലസ് എക്സ്പാൻഷൻ. അത് എസ്പെഷ്യലി വാട്ടറിൻ്റെയാണ്. ഈ വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് മെറ്റീരിയലാണെങ്കിലും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും, തണുപ്പിച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി. നമ്മൾ ചൂടാക്കി കഴിഞ്ഞാലും തണുപ്പിച്ച് കഴിഞ്ഞാലും മാസ് വ്യത്യാസം വരില്ലല്ലോ, മാസിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ നമുക്ക് ഡെൻസിറ്റി ഇപ്പോൾ റോ ദിസ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്, മാസ് ബൈ വോളിയം. അപ്പോൾ ഇവിടുന്ന് വോളിയം ഈക്വൽ ടു നമുക്ക് എന്താ വരിക, വോളിയം ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി വരും. ചൂടാക്കിയാലും തണുപ്പിച്ചാലും സാധാരണഗതിയിൽ ഈ മാസ് വ്യത്യാസം വരില്ല, സാധാരണഗതിയിലുള്ള മാസ് വ്യത്യാസം വരില്ല. അപ്പോൾ അതിൽ വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി. അപ്പോൾ 4 ഡിഗ്രിയിൽ മാക്സിമം ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ 4 ഡിഗ്രിയിൽ നിന്ന് അല്പം ചൂടാക്കിയാലും അല്പം തണുപ്പിച്ചാലും ഡെൻസിറ്റി കുറയും. അപ്പോഴെന്താ വോളിയം കൂടും എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വാട്ടറിനെ ചൂടാക്കിയാലും എക്സ്പാൻഡ് ചെയ്യും, തണുപ്പിച്ചാലും എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് മാസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ്, ടെമ്പറേച്ചർ കൂട്ടാനാണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നമ്മൾ എടുക്കേണ്ട ഹീറ്റ്. അതായത് ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദി ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 Kelvin ഓർ 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എം എസ് ഓക്കെ ഡെൽറ്റ ടി, എം എസ് ഡെൽറ്റ ടി ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ. അതിൽ നോക്കൂ, ഈ ഡെൽറ്റ ക്യൂ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഇഫ് ഡെൽറ്റ ടി ഈസ് ദ റേസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഡെൽറ്റ ടി ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും ഹീറ്റ് റിലീസ് ചെയ്തു എന്നാണ്. അപ്പോൾ അബ്സോർബ് ചെയ്ത ഹീറ്റ് കണ്ടുപിടിക്കാനും ഇത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ റിലീസ് ചെയ്ത ഹീറ്റ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം. ഇനി ഈ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇതിന് നമ്മൾ പറയുക ഹീറ്റ് കപ്പാസിറ്റി എന്നാണ്. ഇതിനെ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറയും, ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അതിൽ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ്, ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് ജൂൾ കിലോഗ്രാം റേസ് -1 കെൽവിൻ റേസ് -1, അതാണ് SI യൂണിറ്റ്. ഓക്കെ, ഇനി ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ അതായത് സി ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ജൂൾ കെൽവിൻ റേസ് -1. ഓക്കെ, ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ യൂണിറ്റ് മാസിനാണ്, ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ യൂണിറ്റ് മാസ് അല്ല, തന്ന ക്വാണ്ടിറ്റി എത്രയുണ്ടോ. ഇപ്പോൾ ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ്, അല്ലെങ്കിൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കുറയ്ക്കാൻ നമ്മൾ എടുക്കേണ്ട ഹീറ്റ്, അതാണ്. ഓക്കെ, നൗ സി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, പക്ഷേ ഹീറ്റ് കപ്പാസിറ്റി ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഹീറ്റ് കപ്പാസിറ്റി ഈസ് ആക്ച്വലി മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഇവിടെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി ഈക്വൽ ടു മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. പിന്നെ ഇവിടെ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറാണ്. ഓക്കെ, വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും ഒക്കെ ഏറ്റവും എളുപ്പം കലോറിയിൽ പറയുന്നതാണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസാണ്. 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ നമ്മൾ 1 കലോറി ഹീറ്റ് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ 1 ഡിഗ്രി കുറയ്ക്കാൻ 1 കലോറി ഹീറ്റ് ഇങ്ങോട്ട് എടുക്കണം. അതിൽ ഇനി ഈ 1 കലോറി പറഞ്ഞു കഴിഞ്ഞാൽ 1 കലോറി ദിസ് ഈസ് ഈക്വൽ ടു 4.186 എന്നാണ് എക്സാക്ട്ലി. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ 4.2 ജൂൾ എന്ന് എടുക്കാം, 4.2 ജൂൾ.
അപ്പോൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ SI സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ 4186 പക്ഷേ അത് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 4200 ജൂൾ കിലോഗ്രാം റേസ് മൈനസ് 1 കെൽവിൻ റേസ് മൈനസ് 1 പറയാം. ഓക്കെ, പിന്നെ ഇനി അടുത്തത് എന്താണെന്നറിയോ, നമ്മളുടെ ലേറ്റൻറ്റ് ഹീറ്റാണ്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് സബ്ലിമേഷനും ആവാം. അതായത് യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ് അല്ലെങ്കിൽ എടുക്കേണ്ട ഹീറ്റ്, അതിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് മാസിനെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ്. ഓക്കെ, അതിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് പറഞ്ഞാൽ 80 കലോറി പെർ ഗ്രാം ആണ്. 80 കലോറി പെർ ഗ്രാം. അതായത് ഈ ഐസ് മെൽറ്റ് ചെയ്യുക 0 ഡിഗ്രിയിലാണ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം ഐസിലോട്ട് നമ്മൾ 80 കലോറി ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് മാറും. ഈ ഫേസ് ട്രാൻസിഷൻ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോൾ എപ്പോഴും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് നടക്കുക. ഓക്കെ, ഇത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. ഇനി ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ പറഞ്ഞാൽ അത് ആക്ച്വലി 536 കലോറി പെർ ഗ്രാം ആണ്. ആ 536ന് നിങ്ങൾക്ക് എന്ത് പറയാം, 540 കലോറി പെർ ഗ്രാം എന്ന് പറയാം. 540 കലോറി പെർ ഗ്രാം. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം സ്റ്റീമാക്കി മാറ്റാൻ നമ്മൾ 536 കലോറി അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 540 കൊടുക്കണം. ഇനി നമ്മൾ 0 ഡിഗ്രി ഐസിലേക്ക് നമ്മൾ 1 ഗ്രാമിന് 80 കലോറി കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി വെള്ളമായിട്ട് മാറും. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം വെള്ളത്തിൽ നിന്ന് നമ്മൾ 80 കലോറി ഇങ്ങോട്ട് എടുത്താൽ അത് ഫ്രീസ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം ഐസായിട്ട് മാറും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫ്രീസിങ്. അതുപോലെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം വെള്ളത്തിലേക്ക് 540 കൊടുത്താൽ അത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം സ്റ്റീമായിട്ട് മാറും. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം സ്റ്റീമിൽ നിന്ന് നമ്മൾ 540 ഇങ്ങോട്ട് എടുത്താൽ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ 1 ഗ്രാം വെള്ളമായിട്ട് മാറും. ആ സ്റ്റീം വെള്ളമായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുക കണ്ടൻസേഷൻ എന്നാണ് പറയുക. ഇനി നമ്മളെ ഐസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയാൽ മാത്രമേ മെൽറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് ഐസെങ്കിൽ അതിനെ ചൂടാക്കി 0 ഡിഗ്രിയിൽ എത്തിക്കണം, അതിന് ശേഷമേ അത് മെൽറ്റ് ചെയ്യുള്ളൂ. ഈ നമ്മളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറിൻ്റെ പകുതിയാണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എസ് ഓഫ് ഐസ് ദിസ് ഈസ് ഈക്വൽ ടു വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ പകുതിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ 1 കലോറി പെർ ഗ്രാം. ഇത് എന്താ 0.5 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. 1 ഗ്രാം ഐസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ നമ്മൾ 0.5 കലോറി ഹീറ്റ് അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മളെ ഇപ്പോൾ 1 ഗ്രാം 1 ഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, 1 ഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇതിലേക്ക് നമ്മൾ 80 കലോറി ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് 0 ഡിഗ്രി വെള്ളമാവും. മനസ്സിലായില്ലേ? പിന്നെ ആ വെള്ളത്തിൻ്റെ 1 ഗ്രാം വെള്ളമുള്ളത് 1 ഡിഗ്രി കൂട്ടാൻ 1 കലോറിയാണ്, 100 ഡിഗ്രി കൂട്ടാൻ 100 കലോറി. അപ്പോൾ 1 ഗ്രാം ഐസിലേക്ക് 0 ഡിഗ്രി സെൽഷ്യസിലാണ് 80 കലോറി കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് 0 ഡിഗ്രി വെള്ളമാവും. അതിലേക്ക് 100 കലോറി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആവും. അപ്പോൾ 1 ഗ്രാം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഇതിനകത്തേക്ക് നമ്മൾ 180 കലോറി ഹീറ്റ് ആഡ് ചെയ്തു വിചാരിക്കുക. 180 കലോറി ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ it will get converted as 1 gram water. 1 gram water at 100 degree Celsius. 1 gram water at 100 degree Celsius ആവും. ഇനി അതേപോലെ നമ്മൾ 1 ഗ്രാം ഐസ് ഉണ്ട്, 1 ഗ്രാം ഐസ് ദാറ്റ് ഈസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് 180 കൊടുത്തു കഴിഞ്ഞാൽ 100 ഡിഗ്രി വെള്ളമാവും. അതിനകത്തേക്ക് നമ്മളൊരു 536 കൊടുത്തു കഴിഞ്ഞാൽ അത് 100 ഡിഗ്രി സ്റ്റീം ആവും. അതായത് ഇതിലേക്ക് 180 + 536 പറഞ്ഞാൽ 716 കലോറി കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ആസ് 1 ഗ്രാം സ്റ്റീം. 1 ഗ്രാം സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം ഐസിനെ 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളമാക്കാൻ 180 കലോറി. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം ഐസിനെ 100 ഡിഗ്രി സ്റ്റീം ആക്കാൻ 716 കലോറി. അതാ
ഇനി നമ്മൾ നോക്കൂ 1 gram ഐസ് അറ്റ് 0 degree Celsius ഈസ് മിക്സ്ഡ് വിത്ത് 1 gram സ്റ്റീം അറ്റ് 100 degree Celsius. 1 gram ഐസും 1 gram സ്റ്റീമും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ എത്രയാവുമെന്ന്? ആ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ 100 degree Celsius ആവും. ഓക്കെ, അതായത് അത് ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ നോക്കുക, സി ഇവിടെ അതിൽ മാസ് ഓഫ് ഐസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ശ്രദ്ധിക്കണം, മാസ് ഓഫ് ഐസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 times the mass of steam, ഓക്കെ, അറ്റ് 100 degree Celsius. അങ്ങനെയാണെങ്കിൽ ആ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ 100 degree Celsius ആവും. ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്താ, 1 gram സ്റ്റീം അറ്റ് 100 degree Celsius ഈസ് മിക്സ്ഡ് വിത്ത് 1 gram ഐസ്. ഓക്കെ, ഈ 1 gram സ്റ്റീമിലേക്ക് നമുക്ക് 3 gram വരെ ഐസ് ആഡ് ചെയ്യാം, ടെമ്പറേച്ചർ 100 degree Celsius ആവും. 3-ൽ കൂടുതൽ ഗ്രാം ഐസ് ആഡ് ചെയ്താൽ മാത്രമേ ടെമ്പറേച്ചർ 100 degree Celsiusൻ്റെ താഴെ പോവുള്ളൂ. അപ്പോൾ ഇഫ് ദ മാസ് ഓഫ് ഐസ് ആഡഡ് ടു 100 gram സ്റ്റീം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രൈസ് ദ മാസ് ഓഫ് സ്റ്റീം, റിസൾട്ടിങ് ടെമ്പറേച്ചർ വിൽ ബി 100 degree Celsius. ഓക്കെ, ഇനി അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ അതായത് നമുക്ക് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഒരു ഇവിടെ ടെമ്പറേച്ചർ T1 വിചാരിച്ചോളൂ, ഇവിടെ ടെമ്പറേച്ചർ T2 വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇത് A ആണ്, ഇവിടെ ലെങ്ത് L ആണ് എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇവിടെ സി ത്രൂ എനി ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് dQ/dt, ദിസ് ഈസ് ഈക്വൽ ടു K ഉണ്ട്, പിന്നെന്താ A ഉണ്ട്, ദാറ്റ് ഈസ് എന്താ K പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി, പിന്നെന്താ വരിക T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L വരും, T1 മൈനസ് T2 ഡിവൈഡ് ബൈ L. ഓക്കെ, ഇനി നമുക്ക് സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ T ടൈമിൽ Q ഹീറ്റ് ഫ്ലോ ചെയ്യുകയാണ് വിചാരിക്കുക. അപ്പോൾ dQ/dt പകരം നമുക്ക് Q/T എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ Q/T പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ dQ/dt റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, ഇതിന് നമുക്ക് ഇലക്ട്രിസിറ്റിയിലെ കറണ്ടിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തെർമൽ കറണ്ട് എന്ന് പറയാം. ഓക്കെ, തെർമൽ കറണ്ട്. അതുപോലെ ഈ T1 മൈനസ് T2 പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജിന് ഇക്വലൻ്റാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ തേർമൽ വോൾട്ടേജ് എന്ന് പറയാം, തേർമൽ വോൾട്ടേജ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ അതേപോലെയാണ് ഇവിടെ വരിക. ഓക്കെ, ദിസ് ഈസ് തേർമൽ വോൾട്ടേജ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇവിടെ T1 മൈനസ് T2 ഇതാണ് വോൾട്ടേജ്. ഓക്കെ, ഡിവൈഡഡ് ബൈ കറണ്ട്, എന്താ കറണ്ട് dQ/dt. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 1/K, ഓക്കെ, ഇൻറ്റു L ഡിവൈഡഡ് ബൈ A. അപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. സാധാരണ നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്റൻസ് എന്താ പറയുക, റെസിസ്റ്റൻസ് R ഈക്വൽ ടു റോ L ഡിവൈഡഡ് ബൈ A എന്നാ. അതേപോലെയാണ് ഇവിടെ. നോക്കൂ, ഇതേ L ബൈ A ഉണ്ട്. റോ പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്, ഇറ്റ് ഈസ് എന്താ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ, അതേപോലെ വരും. ഇനിയിപ്പോൾ എന്താണെന്നറിയാം, നമുക്ക് നോക്കൂ, ഐഡൻറ്റിക്കലായിട്ട് 2 സ്ലാബ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇവിടെ ഇതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി 2K വിചാരിച്ചോളൂ, ഇതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി 3K വിചാരിച്ചോളൂ. രണ്ടിനും ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്, അതേപോലെ തന്നെ രണ്ടിനും ഒരേ തിക്നെസ്സുമാണ്. ഓക്കെ, ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയ, ഒരേ തിക്നെസ്, വ്യത്യാസം കണ്ടക്ടിവിറ്റിയിൽ മാത്രമാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് ഡിറക്ട്ലി തിക്നെസ് എന്ന് പറഞ്ഞാൽ ലെങ്താണ്. ഓക്കെ, ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ A തന്നെ. അപ്പോൾ ഈ L നോക്കൂ, രണ്ട് സ്ലാബിന് ലെങ്ത് സെയിം ആണ്, ഏരിയയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു K എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ R1 ഡിവൈഡഡ് ബൈ R2, R1/R2 ഈക്വൽ ടു thermal conductivity of second divided by thermal conductivity of first പറഞ്ഞാൽ 3K divided by 2K വരും. ഓക്കെ, ഓർ ദിസ് ഈസ് ഈക്വൽ ടു 3/2 വരും. അതിൽ ഈ എൻ്റെ മെൽറ്റിംഗ് ഐസിലാണ് വിചാരിച്ചോളൂ, ഇത് ബോയിലിംഗ് വാട്ടറിലാണെന്ന് വിചാരിക്കുക, 100 degree Celsius, ഇവിടെ 0 degree Celsius. അപ്പോൾ ഈ ഇൻ്റർഫേസിലെ ടെമ്പറേച്ചർ എത്രയാണ്, അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇവിടെ നോക്കൂ, റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ, ഇവിടെ റെസിസ്റ്റൻസ് R1 ആണ്, ഇവിടെ റെസിസ്റ്റൻസ് R1, ഇവിടെ റെസിസ്റ്റൻസ് R2. റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 3:2 ആണ്. അപ്പോൾ വോൾട്ടേജും എന്താവും, 3:2 അതായത് ആകെയുള്ള വോൾട്ടേജിന് പകരം പടലുള്ള എന്താ, ടെമ്പറേച്ചർ ഡിഫറൻസാണ്. ആകെയുള്ളത് 100 അതിനെ 3+2 5 ഈക്വൽ പാർട്ട് ആക്കുക. 100നെ 5 പാർട്ട് ആക്കുമ്പോൾ ഈച്ച് പാർട്ട് വിൽ ബി 20. അതിൽ ഇവിടെ 3 പാർട്ട് വരും. ഓക്കെ, R1 അക്രോസ് 3 പാർട്ട്,
അതായത് 60 ഡിഗ്രി വരും. അതായത് അപ്പോൾ ഇവിടെ എന്താവണം, ഇവിടെ 60 ഡിഗ്രി സെൽഷ്യസ് ആവണം. അപ്പോൾ നോക്കൂ, 100 മൈനസ് 60 ഇവിടെ എത്ര, 40 വരും. 60 മൈനസ് 0 ഇവിടെ എത്രയാ, 60 വരും. അപ്പോൾ റെഡിയാ. ഓക്കെ, വോൾട്ടേജിൻ്റെ റേഷ്യോ വിൽ ബി റേഷ്യോ ഓഫ് ദി റെസിസ്റ്റൻസസ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയിൽ കാണുന്ന അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. വീസ്റ്റോൺസ് ബ്രിഡ്ജൊക്കെ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി നമ്മൾ അറിയേണ്ടത് സ്റ്റീഫൻസ് ലോ ഓഫ് റേഡിയേഷൻ ആണ്. അതായത് ഹീറ്റ് റേഡിയേറ്റഡ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം ബൈ എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. ഓക്കെ, ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാ. അതായത് ടെമ്പറേച്ചർ കെൽവിനിലാവണം. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് സിഗ്മ. ഓക്കെ, പിന്നെന്താ, T⁴ വരും. അപ്പോൾ ഈ Q/T പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റേഡിയേഷൻ. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഉണ്ട്, എ ഉണ്ട്, T⁴ ഉണ്ട്. ഇത് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിക്കാണ്. ഇനി ഇഫ് ദ ബോഡി ഈസ് നോട്ട് പെർഫെക്റ്റ്ലി ബ്ലാക്ക്, അപ്പോൾ നമുക്കൊന്ന് പറയാം Q/T ദിസ് ഈസ് ഈക്വൽ ടു എമിസിവിറ്റി വരും. പിന്നെന്താ, സിഗ്മ ഉണ്ട്, എ ഉണ്ട്, T⁴ ഉണ്ട്. ഈ സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് ഉണ്ടല്ലോ സിഗ്മ, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ പ്രശ്നമില്ല, നിങ്ങൾക്ക് തരും 5.67 ഇൻറ്റു 10⁻⁻⁸. പിന്നെന്താ, വാട്ട് മീറ്റർ റേസ് -2 കെൽവിൻ റേസ് -4 ഇതാ. ഓക്കെ, പിന്നെ ദാറ്റ് ഈസ് ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ബോഡി ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഡിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് എല്ലാ വേവ് ലെങ്ത്തിനെയും ഇറ്റ് അബ്സോർബ്സ് ഓൾ പോസിബിൾ വേവ് ലെങ്ത്സ്, എല്ലാ വേവ് ലെങ്ത്തിനെയും അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബോഡി ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ T വിചാരിച്ചു, ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ സറൗണ്ടിങ് ഓഫ് ടെമ്പറേച്ചർ T0. ഓക്കെ, അപ്പോൾ നെറ്റ് റേറ്റ് ഓഫ് റേഡിയേഷൻ dQ/dt പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമിസിവിറ്റി പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിക്ക് അത് 1 ആണ്. ഇനി ഇഫ് ദ ബോഡി ഈസ് നോട്ട് പെർഫെക്റ്റ്ലി ബ്ലാക്ക് അപ്പോൾ <1 വരും. പിന്നെന്താ, പിന്നെ സിഗ്മ ഉണ്ട്, പിന്നെ എ ഉണ്ട്, പിന്നെന്താ T⁴ മൈനസ് T⁴ വരും. ഇതാണ് നെറ്റ് റേറ്റ് ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഇത് നോക്കൂ, എന്താ പുറത്തേക്ക് പോകുന്ന T⁴ പ്രൊപ്പോർഷണലാണ്. അതുപോലെ സറൗണ്ടിങ്സ് ഇത് അബ്സോർബ് ചെയ്യും, അത് T⁴ പ്രൊപ്പോർഷണലാണ്. അപ്പം നെറ്റ് റേഡിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ വരും. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾ അറിയേണ്ടത് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആണ്. അതായത് ഒരു ബ്ലാക്ക് ബോഡി എല്ലാ വേവ് ലെങ്ത്തിലും അല്പമെങ്കിലും എനർജി റേഡിയേഷൻ ഉണ്ടാവും. അതിൽ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി റേഡിയേഷൻ λm പ്രൊപ്പോർഷണൽ ടു എന്താ റെസിപ്രോക്കൽ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ, λm പ്രൊപ്പോർഷണൽ ടു 1/T. ഇനി ഇവിടെ നമുക്ക് ലാംഡ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി റേഡിയേഷൻ പറഞ്ഞാൽ B/T വരും. അതിൽ B ഈക്വൽ ടു 2.898 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ ആണ്. ഓക്കെ, 2.898 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ. വാല്യൂസ് ഒന്നും നിങ്ങൾ അറിയേണ്ട, അതൊക്കെ തരും, നിങ്ങൾക്ക് ആവശ്യമുള്ള വാല്യൂസ് ഒക്കെ തരും. അതിൽ ഇവിടെ എന്താ അപ്പോൾ മാക്സിമം റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത്ത് എന്താ ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇപ്പോൾ നോക്കൂ, ഇവിടെ ദിസ് ഈസ് വേവ് ലെങ്ത്ത്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ഇവിടെ എനർജി കറസ്പോണ്ടിങ് ടു വേവ് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് ഇങ്ങനെ വരും. അതിൽ ആ മാക്സിമം റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത്ത് ഇത് ഇതാ. ഓക്കെ, ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടി വിചാരിക്കുക, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത്ത് അല്പം കുറഞ്ഞു. ഇനി വീണ്ടും ടെമ്പറേച്ചർ കൂട്ടി വിചാരിക്കുക, അപ്പോൾ അത് ഇങ്ങനെ വരും. അപ്പോൾ നോക്കൂ, മാക്സിമം എനർജി റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത്ത് വീണ്ടും കുറഞ്ഞു. അതായത് ഇവിടെ T1 ആണ്. ഓക്കെ, അതേ ബോഡിയുടെ ടെമ്പറേച്ചർ T2 ആണ്, ഇവിടെ അതേ ബോഡിയുടെ ടെമ്പറേച്ചർ T3 ആണ്. ഓക്കെ, അപ്പോൾ T1 T2 T3 ആണ്, T3. നോക്കൂ, അതായത് ഇവിടെ ബോഡിയുടെ ടെമ്പറേച്ചർ T1 എല്ലാ വേവ് ലെങ്ത്തിലും അല്പമെങ്കിലും എനർജി റേഡിയേഷൻ ഉണ്ടാവും. മാക്സിമം റേഡിയേഷൻ നടക്കുന്നത് ഈ വേവ് ലെങ്ത്തിലാണ്. ഓക്കെ, പിന്നെ അതേ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടി, അപ്പോൾ മാക്സിമം റേഡിയേഷൻ നടക്കുന്ന ഈ വേവ് ലെങ്ത്തിലാണ്. അപ്പോൾ ആ മാക്സിമം റേഡിയേഷൻ നടക്കുന്ന വേവ് ലെങ്ത്ത് കുറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോൾ. ഓക്കെ, അതാണ് നിങ്ങൾ അറിയേണ്ട പിന്നെ മറ്റൊരു കാര്യം. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാമെന്നോ, മൈനസ് എന്താ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് റേറ്റ് ഓഫ് കൂളിംഗ്. ദിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം മൈനസ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ്. റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അതിൽ ഇവിടെ നമുക്ക് എന്ത് പറയാമെന്നറിയാം, ഇപ്പോൾ
ഫോർ എക്സാമ്പിൾ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ആദ്യം T1 ആയിരുന്നു. ഓക്കെ, അത് T2ലേക്ക് തണുത്തു. ഓക്കെ, സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 ആണ്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ്, പിന്നെ നമുക്ക് എന്ത് പറയാം, നോക്കൂ ഇതാ ഇവിടെ T2 മൈനസ് T1, അതാണ് ഡെൽറ്റ ടി. എപ്പോഴും ഈ DT ഫിസിക്സിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ല, ചേഞ്ച് ഇൻ എനിത്തിങ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നാ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ DT പറഞ്ഞാൽ ആക്ച്വലി ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചറാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ അതിനെടുത്ത ടെമ്പറേച്ചർ T1ൽ നിന്ന് T2ലേക്ക് വരാനെടുത്ത സമയം T ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റേറ്റ് ഓഫ് കൂളിംഗ്. ഇത് നമുക്ക് എങ്ങനെ പറയാം, ദിസ് ഈസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ T2 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയാം. അതല്ലേ റേറ്റ് ഓഫ് കൂളിംഗ്. ഓക്കെ, അപ്പോൾ ഈ DT പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് ഇടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇവിടെ ഈ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അത് നമ്മൾ എങ്ങനെ പറയും, ഇപ്പോൾ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇതാണ് റേറ്റ് ഓഫ് കൂളിംഗ്. പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ്, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ്, ഓക്കെ, K വെച്ചു. ഇനി അടുത്തത് എന്താണെന്നറിയോ, അടുത്തത് നമുക്ക് എങ്ങനെ വരും, ഇതിൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല, കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തുടക്കത്തിൽ അത് T1 ആയിരുന്നു, ഫൈനലി അത് T2 ആണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ T1 പ്ലസ് T2 ബൈ 2 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്താ T0. ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മാസ്റ്റർ ഷോർട്സിൽ സിമിലർ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടെ കാണുക, അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തത് തെർമോഡൈനാമിക്സ് ആണ്. ഈ തെർമോഡൈനാമിക്സിലെ നിങ്ങൾ അറിയേണ്ടത് ഒന്ന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സാണ്. ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സൈൻ കൺവെൻഷൻ ഉണ്ട്. ഈ ഡെൽറ്റ ക്യൂ എന്താ, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വിചാരിക്കുക, ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഡെൽറ്റ ക്യൂ പോസിറ്റീവാണ്. ഓക്കെ, ഹീറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഹീറ്റ് റിലീസ്ഡ്, അപ്പോഴെന്താ, അപ്പോൾ ഡെൽറ്റ ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ ഈസ് നെഗറ്റീവ്. ഓക്കെ, ഡെൽറ്റ ക്യൂ നെഗറ്റീവാണ്. ഓക്കെ, പിന്നെ ഡെൽറ്റ യു പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി കൂടിക്കഴിഞ്ഞാൽ എന്താ ഡെൽറ്റ യു പോസിറ്റീവാണ്, ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ യു നെഗറ്റീവാണ്. ഓക്കെ, പിന്നെ അടുത്ത എന്താണെന്നറിയോ, വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന പോലെ അല്ല, ഫിസിക്സിൽ നേരെ തിരിച്ചാണ്. ഓക്കെ, അതായത് ഇവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവാണ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഓക്കെ, ഡെൽറ്റ ഡബ്ല്യു ബൈ ദി സിസ്റ്റം. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഓക്കെ, പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പാൻഷനാണ് കേട്ടോ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ. ഓക്കെ, ഇനി ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. അവിടെ എന്താ, അവിടെ കംപ്രഷനാണ്. ഓക്കെ, കംപ്രഷൻ, റൈറ്റ്. അത് എന്താ സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, പിന്നെ അടുത്തത് ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അതിൽ ഈ ഐസോതെർമൽ പ്രോസസ്സ് രണ്ട് കണ്ടീഷനുണ്ട്. അതിൽ ഒന്ന്, സിസ്റ്റം ഷുഡ് ഹാവ് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾസ്. സിസ്റ്റം ഷുഡ് ഹാവ് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾസ്. രണ്ടാമത്തത് എന്താ, ഈ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പ്രോസസ്സ് ആവും. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഐസോതെർമൽ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ട് കണ്ടീഷനുണ്ട്, സിസ്റ്റം ഷുഡ് ഹാവ് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾസ് ആൻഡ് പ്രോസസ് ഷുഡ് ബി വെരി സ്ലോ. ഓക്കെ, വളരെ പതുക്കെയാണ് നടക്കുക. ഇവിടെ എന്താണെന്നറിയോ, PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് ദി പ്രോസസ്സ്. ഇവിടെ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു nRT. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഇത് നടക്കുക, ആ ടെമ്പറേച്ചറാണ് ഈ T. പിന്നെന്താ, LN നാച്ചുറൽ ലോഗരിതമാണ് കേട്ടോ, V2 ഡിവൈഡ് ബൈ V1. ഇതാണ് വർക്ക് ഡൺ ഇൻ അൻ ഐസോതെർമൽ പ്രോസസ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു nRT. പിന്നെന്താ, LN, പിന്നെയോ P1 ഡിവൈഡഡ് ബൈ P2. ഓക്കെ, P1 ഡിവൈഡ് ബൈ P2. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ, റൈറ്റ്. ഇനി നമുക്ക് പിന്നെ ഇത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസാണ്. ഇനി അടുത്തത് എന്താണെന്നറിയോ,
അഡിയാബാറ്റിക് പ്രോസസ്സ്. അതിനു മുമ്പ് ഇവിടെ ഈ ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് എന്താ പി വി ഡയഗ്രത്തിന് നമുക്ക് മറ്റൊരു പേരൂടെ പറയാം. അതെന്താ? അത് ഇൻഡിക്കേറ്റർ ഡയഗ്രമാണ്. ഇൻഡിക്കേറ്റർ ഡയഗ്രം. ഈ പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വർക്ക് ഡൺ ആണ് കിട്ടുക. എപ്പോഴും വർക്ക് ഡൺ ആണ് കിട്ടുക. ഓക്കെ, അതായത് നോക്കൂ, ഇവിടെ പ്രഷർ വൈ ആക്സിസിലാണ്, വോളിയം എക്സ് ആക്സിസിലാണ്. ഓക്കെ, ഗ്രാഫ് ദേ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ദേ ഇതാ ഇവിടെ എക്സ്പാൻഷനാണ്. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ അവിടെ ഡെൽറ്റ ഡബ്ല്യു ദിസ് ഈസ് ഈക്വൽ ടു ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ പി വി ഡയഗ്രാം. അതിന് നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നും പറയാം. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഈ അഡിയാബാറ്റിക് പ്രോസസ്സിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതൊന്നും കോൺസ്റ്റൻ്റ് അല്ല. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഇല്ല. ഓക്കെ, അഡിയാബാറ്റിക്. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ്സ് ഇവിടെ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് വരും. മൈനസ് ഡെൽറ്റ യു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ ഡബ്ല്യു, അതായത് ഈ വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ ഡബ്ല്യു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല ഇതാണ്, മൈനസ് എൻ സി വി ഡെൽറ്റ ടി. സി വി പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതിൽ ഇവിടെ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എൻ ആർ, പിന്നെന്താ T1 മൈനസ് T2. ഓക്കെ, T1 മൈനസ് T2. ഇതിൻ്റെ എഴുതാൻ എന്താ കാര്യം എന്ന് അറിയാം, ഈ സി വി ഉണ്ടല്ലോ, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി പറഞ്ഞാൽ അതിന് R ബൈ ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞ ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, R ബൈ ഗാമ മൈനസ് 1. അപ്പോൾ എന്താ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ സി വിക്ക് പകരം R ബൈ ഗാമ മൈനസ് 1 എഴുതി, പിന്നെ N ദേ അതേപോലെ എഴുതി, പിന്നെ മൈനസ് ഡെൽറ്റ ടി ആ. ഡെൽറ്റ ടി പറഞ്ഞാൽ T2 മൈനസ് T1 ആ, മൈനസ് ഡെൽറ്റ ടി പറഞ്ഞാൽ T1 മൈനസ് T2. ഓക്കെ, അതാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി P1 V1 ഈക്വൽ ടു NR T1 ആ, P2 V2 ഈക്വൽ ടു NR T2 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നതെന്ന് അറിയാം, ഇത് ആക്ച്വലി NR T1 മൈനസ് NR T2 എന്നാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് എഴുതാം, P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ്. ഇനി അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. ഓക്കെ, പിന്നെന്താ ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് അഡിയാബാറ്റിക് പ്രോസസ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. പിന്നെന്താണെന്നറിയോ, ടി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ പി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് വേണമെങ്കിൽ തിരിച്ചു ആവാം, പി റേസ് ടു ഗാമ ബൈ ടി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇത് മൂന്നും അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ പിന്നെ ഇക്വേഷൻസ് ആണ്. ഇവിടെയും കണ്ടീഷൻസ് ഉണ്ട്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കണ്ടീഷൻ്റെ നേരെ തിരിച്ചാണ് ഇവിടെ. ഐസോതെർമൽ പ്രോസസ്സ് എന്താ, സിസ്റ്റം ഷുഡ് ഹാവ് കണ്ടക്ടിങ് വാൾസ് എന്നാ. ഇവിടെ എന്താണെന്നറിയോ, സിസ്റ്റം ഷുഡ് ഹാവ് പെർഫെക്റ്റ്ലി നോൺ കണ്ടക്ടിങ് വാൾസ്. ഓക്കെ, സിസ്റ്റം ഷുഡ് ഹാവ് പെർഫെക്റ്റ്ലി നോൺ കണ്ടക്ടിങ് വാൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് എന്താ നോൺ കണ്ടക്ടിങ് വാൾസ്. ഓക്കെ, നോൺ കണ്ടക്ടിങ് ഓർ ഇൻസുലേറ്റഡ് വാൾസ്. സിസ്റ്റം ഷുഡ് ഹാവ് നോൺ കണ്ടക്ടിങ് ഓർ ഇൻസുലേറ്റഡ് വാൾസ്. പിന്നെ ഐസോതെർമൽ പ്രോസസ്സ് വളരെ സ്ലോ ആയിരുന്നു. ഇവിടെ എന്താണ്, പ്രോസസ് ഷുഡ് ടേക്ക് പ്ലേസ് ക്വിക്ക്ലി, പെട്ടെന്ന് ടയർ പൊട്ടുക, മനസ്സിലായില്ലേ, അതുപോലെയൊക്കെയുള്ള പ്രോസസ്സാണ് നമുക്കിവിടെ അഡിയാബാറ്റിക് പറഞ്ഞ. അപ്പോൾ ഇത് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കണ്ടീഷനാണ് അഡിയാബാറ്റിക്. ഓക്കെ, റൈറ്റ്. പിന്നെ ഈ അഡിയാബാറ്റിക് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓർ നമുക്ക് എന്ത് പറയാം, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. റൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയാം, കണ്ടുപിടിക്കാൻ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ടി ആണ്. ഓക്കെ, അതിലിവിടെ നമ്മളുടെ എന്താ അഡിയാബാറ്റിക് പ്രോസസ്സ് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ 0 ആണ്, അപ്പോൾ ഡെൽറ്റ എസ് 0 ആകും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ അറിയേണ്ട മറ്റൊരു കാര്യം എന്താ അറിയോ, നമ്മൾ എ ഗിവൺ സാമ്പിൾ ഓഫ് ഗ്യാസ് ഈസ് എക്സ്പാൻഡഡ് ഫ്രം വോളിയം V1 ടു വോളിയം V2 അണ്ടർ 3 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ഓക്കെ, 3 ഡിഫറെൻറ്റ് കണ്ടീഷനിൽ നമ്മൾ ഒരു ഗ്യാസിനെ, സാമ്പിൾ ഓഫ് ഗ്യാസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഇതെന്താ, വൈ ആക്സിസിൽ പ്രഷറാണ്, എക്സ് ആക്സിസിൽ വോളിയമാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ സാധനം ഇത് ഐസോബാറിക് പ്രോസസ്സാണ്, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഇത് ഐസോബാറിക്.
ഓക്കെ, ഐസോബാറിക്. വോളിയം V1 നിന്ന് വോളിയം V2ലേക്ക് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഐസോ തെർമൽ പ്രോസസ്സ് ഇത് ഇതാണ്. ഓക്കെ, ഐസോതെർമൽ ഓക്കെ. ഇനി ഈ അഡിയാബാറ്റിക് പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അഡിയാബാറ്റിക് പ്രോസസ്സ് ഇത് ഇതാണ്. ഓക്കെ, ദിസ് ഈസ് അഡിയാബാറ്റിക്. ചോദ്യം എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് ഉണ്ട്. സപ്പോസ് ഇറ്റ് അണ്ടർഗോസ് എക്സ്പാൻഷൻ ഫ്രം 1 ലിറ്റർ ടു 5 ലിറ്റർ. ഓക്കെ, അതായത് 1 ലിറ്ററിൽ നിന്ന് 5 ലിറ്ററിലേക്കാണ്. ഐസോതെർമലി ആവാം, അഡിയാബാറ്റിക്കലി ആവാം, അല്ലെങ്കിൽ ഐസോബാറിക്കലി ആവാം. ഇതിൽ എവിടെയാണ് വർക്ക് ഡൺ മാക്സിമം ഉണ്ടാവുക? ഈ വർക്ക് ഡൺ പറഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ. അപ്പോൾ നിങ്ങൾ നോക്കൂ, അഡിയാബാറ്റിക്കിൻ്റെ താഴെയാണ് മിനിമം ഏരിയ. ഓക്കെ, ഐസോബാറിക്കിൻ്റെ താഴെയാണ് മാക്സിമം ഏരിയ. അപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ, സി അഡിയാബാറ്റിക്കിൻ്റെ വർക്ക് ഡൺ ദാറ്റ് ഈസ് ലെസ് ദാൻ ഐസോതെർമൽ. ഓക്കെ, ഐസോതെർമൽ വർക്ക് ഡൺ, റൈറ്റ്, that is less than isobaric. Okay, isobaric, റൈറ്റ്, ഇങ്ങനെ വരും. ഇത് എക്സ്പാൻഷൻ്റെ കേസാണ്. ഇനിയിപ്പോൾ നമുക്ക് കംപ്രഷൻ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എ ഗിവൺ സാമ്പിൾ ഓഫ് ഗ്യാസ് കംപ്രസ്ഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സി ഇനീഷ്യൽ വോളിയം ദേ V1 ആണ്. ഓക്കെ, ഫൈനൽ വോളിയം ദേ V2 ആണ്. V2 നമ്മൾ കംപ്രസ് ചെയ്യാൻ പോവുക. കംപ്രസ് ചെയ്യുക പറഞ്ഞാൽ ഇതാണ് ഐസോബാറിക് കംപ്രഷൻ. ഓക്കെ, ഇനി ഐസോ തെർമൽ കംപ്രഷൻ പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. ഓക്കെ, ദിസ് ഈസ് ഐസോബാറിക് ആൻഡ് ദിസ് ഈസ് ഐസോതെർമൽ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അഡിയാബാറ്റിക്. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്താ? വർക്ക് ഡൺ വിൽ ബി മാക്സിമം ഇൻ കേസ് ഓഫ് അഡിയാബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ. ഓക്കെ, വർക്ക് ഡൺ വിൽ ബി മാക്സിമം ഇൻ കേസ് ഓഫ് അഡിയാബാറ്റിക്, മിനിമം ഇൻ കേസ് ഓഫ് ഐസോബാറിക്. ഇത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇവിടെ ഗ്രാഫിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ, ഇത് എക്സ് ആക്സിസിൽ വോളിയമാണ്, വൈ ആക്സിസിൽ എന്താ, വൈ ആക്സിസിൽ പ്രഷറാണ്. ഓക്കെ, വൈ ആക്സിസിൽ പ്രഷറാണ്. ഓക്കെ, പിന്നെ ഇനി എന്താണെന്നോ, നിങ്ങളുടെ സിലബസിനകത്ത് കാർനോട്ട് എൻജിൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ കാർനോട്ട് എൻജിൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഹീറ്റ് എൻജിൻ. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അത് എല്ലാം ഐഡിയലാണ്. ഐഡിയൽ ഹീറ്റ് എൻജിൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി 100% ആണെന്നല്ല. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന എല്ലാം നമ്മളെന്താ ഐഡിയലാണ്. അതായത് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ആണ്. പിന്നെ സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അതിൽ നോക്കൂ, ഇതേ ഇവിടെ സോഴ്സ്. ഈ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സോഴ്സ് ഇവിടെ എന്താ, ദിസ് ഈസ് എ ബോഡി അറ്റ് ഇറ്റ് ഈസ് എ തെർമൽ ഹീറ്റ് റിസർവോയർ എന്നാണ്. ഹീറ്റ് റിസർവോയർ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹീറ്റ് അവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ കുറയില്ല, എത്ര ഹീറ്റ് കൊടുത്താലും ടെമ്പറേച്ചർ കൂടിയില്ല. അതാണ് ഹീറ്റ് റിസർവോയർ. ഓക്കെ, അപ്പോൾ ഇതൊരു ഹോട്ട് ബോഡിയാണ് ഈ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് പറയുക, പിന്നെ അവിടെ നമുക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ്. പിന്നെ ഉള്ളത് സിങ്ക് ഉണ്ട്. ഈ സിങ്ക് അറ്റ് ലോവർ ടെമ്പറേച്ചറാണ്. അതും ഒരു ഹീറ്റ് റിസർവോയർ ആണ്. എത്ര ഹീറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ ടെമ്പറേച്ചർ T2 കൂടില്ല, എത്ര ഹീറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ T2 കുറയില്ല. ഓക്കെ, സോഴ്സും സിങ്കും ഹീറ്റ് റിസർവോയേഴ്സ് ആണ്. പിന്നെ നമ്മൾ അവിടെ എന്താ, ഈ കാർനോട്ട് എഞ്ചിനകത്തുള്ളത് എന്താ നോക്കൂ, ഐഡിയൽ ഗ്യാസ് ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അതിൽ ഇവിടെ നോക്കൂ, തെർമലി ഇൻസുലേറ്റഡ് ആണ്. ഇവിടെയും തെർമലി ഇൻസുലേറ്റഡാണ്. ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെർമലി ഇൻസുലേറ്റഡ് ആണ്. അത് മാസ്ലെസ് ആണ്, ടൈറ്റ് ആണ്, ഫ്രിക്ഷൻലെസ് ആണ്. മനസ്സിലായില്ലേ? ഇത്രയും കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഇവിടെ ഈ നമ്മളുടെ കാർനോട്ട് എൻജിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ഓൺ എന്താ 4 പ്രോസസ്സസ്. കാർനോട്ട് സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് ഐസോ തെർമൽ എക്സ്പാൻഷൻ, പിന്നെന്താ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ ഐസോ തെർമൽ കംപ്രഷൻ ആൻഡ് ഫൈനലി അഡിയാബാറ്റിക് കംപ്രഷൻ. ഈ ഐസോ തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞ ഇതാ, ആ സമയത്ത് ഈ സിസ്റ്റം Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, പിന്നെ ഇത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. പിന്നെ ഐസോ തെർമൽ കംപ്രഷൻ ആണ്, ആ സമയത്ത് Q2 ഹീറ്റ് റിലീസ് ചെയ്യും. പിന്നെ ഇതെന്താ, ഇത് അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. ഓക്കെ, ഈ ഐസോ തെർമൽ എക്സ്പാൻഷൻ എന്താ ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ T1. ഈ ഐസോ തെർമൽ കംപ്രഷൻ ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ T2. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാമെന്നറിയോ, അപ്പോൾ Q1 - Q2 ഡിവൈഡഡ് ബൈ Q1.
ഇത് ആക്ച്വലി ഏത് ഹീറ്റ് എഞ്ചിനും ഇത് കറക്റ്റാണ്. ഇത് ഫ്രാക്ഷണൽ എഫിഷ്യൻസിയാണ്. ഇതിനെ നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പെർസെൻറ്റേജ് എഫിഷ്യൻസി. ഓക്കെ, ദിസ് ഈസ് ട്രൂ ഫോർ എനി ഹീറ്റ് എഞ്ചിൻ. പക്ഷേ ഇനി എഴുതാൻ പോകുന്നത് എന്താ, കാർനോട്ട് എഞ്ചിന് മാത്രം കറക്റ്റ് ആയിട്ടുള്ളതാണ്. T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 ഫ്രാക്ഷണൽ എഫിഷ്യൻസി ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പെർസെൻറ്റേജ് എഫിഷ്യൻസി. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ, ഇവിടെ ഈ എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് ഉണ്ടല്ലോ, അതിൽ ഈ ടെമ്പറേച്ചർ എന്താ T1 ആൻഡ് T2 മസ്റ്റ് ബി ഇൻ കെൽവിൻ. അതിൽ മേലെയുള്ളത് T1 മൈനസ് T2 ഡിഫറൻസ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണല്ലോ, അതിപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ താഴെയുള്ള T1 എന്താവണം, അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്, മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ കെൽവിൻ. ഓക്കെ, ഇത് കീം 2025 സിലബസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സ് പറഞ്ഞു, ഇനി അടുത്ത ബിഹേവിയർ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി. അപ്പോൾ ഇതിനകത്ത് ഇനി ബിഹേവിയർ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ നമുക്കെന്ത് പറയാം, ദിസ് ഈസ് PV ഈക്വൽ ടു nRT പറയാം. അതിൽ T പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ കൈനറ്റിക് തിയറി അസംഷൻസ്, പിന്നെ കൺസെപ്റ്റ് ഓഫ് പ്രഷർ. അതിൽ പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ P ഈക്വൽ ടു 1/3 റോ, പിന്നെന്താ 1/3 റോ V സ്ക്വയർ ആണ്. ഓക്കെ, 1/3 റോ V സ്ക്വയർ. അതിൽ ആ റോ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റിയാണ്, V പറഞ്ഞു കഴിഞ്ഞാൽ RMS വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ V, ദിസ് ഈസ് ആക്ച്വലി ദ RMS വെലോസിറ്റി. വേണമെങ്കിൽ RMS എന്ന് സഫിക്സ് കൊടുത്തോളൂ. അപ്പോൾ VRMS, RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ദിസ് ഈസ് ഈക്വൽ ടു 3 ക്യാപിറ്റൽ P ഡിവൈഡഡ് ബൈ റോ വരും. ഓക്കെ, 3P ബൈ റോ. ഓക്കെ, ആൻഡ് മാത്രമല്ല ഇതിന് നമുക്ക് മറ്റൊരു എക്സ്പ്രഷനൂടെ പറയാം, ദിസ് ഈസ് 3 പിന്നെന്താ RT ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, പിന്നെ RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിൽ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിന് സാധാരണ നമ്മൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എല്ലാ ഗ്യാസിനും നമുക്ക്, അതായത് മോണോ അറ്റോമിക് ആണെങ്കിലും ഡൈ അറ്റോമിക് ആണെങ്കിലും പോളി അറ്റോമിക് ആണെങ്കിലും ഒക്കെ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം നോക്കൂ, ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, പിന്നെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന F വെച്ചാൽ. ഓക്കെ, F ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിൽ എല്ലാത്തിനും, അതായത് മോണോ അറ്റോമിക് ആണെങ്കിലും ഡൈ അറ്റോമിക് ആണെങ്കിലും, പിന്നെന്താ മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, പോളി അറ്റോമിക് 2ൽ കൂടുതലുണ്ടെങ്കിൽ ഈ പോളി അറ്റോമിക് ലീനിയറും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പോളി അറ്റോമിക് നോൺ ലീനിയറും ഉണ്ട്. ഓക്കെ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഓക്കെ, അതിൽ ഏതെടുത്തു കഴിഞ്ഞാലും നമ്പർ ഓഫ് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ 3 ആണ്. ഡൈ അറ്റോമിക്കിനും 3 ആണ്, പോളി അറ്റോമിക് ലീനിയറിനും 3 ആണ്, പോളി അറ്റോമിക് നോൺ ലീനിയറിനും 3 ആണ്. ഇപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൽ ഓക്സിജൻ, കാർബൺ, ഓക്സിജൻ. അപ്പോൾ നമുക്കത് ലീനിയർ കോൺഫിഗറേഷനാണ്. അപ്പോൾ അവിടെ ഈ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ ഡൈ അറ്റോമിക്കിന് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്, ഇവിടെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ്, പിന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് 6 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി ഇവിടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല. ഈ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എടുക്കുക വെരി ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഉള്ളൂ. നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ സാധാരണയുള്ള ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പിന്നെ എന്താ പറഞ്ഞിരിക്കണമെന്നറിയോ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി ഉണ്ട്. ഇനി നമ്മൾ ഈ ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസിൽ, ഇപ്പോൾ ഏത് ഗ്യാസിലാണെങ്കിലും ഇൻറ്റേർണൽ എനർജി പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് ഇൻ്റർ മോളിക്കുലർ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഐഡിയൽ ഗ്യാസിൽ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ഇല്ല, അത് കാരണം ഇൻ്റർ മോളിക്കുലർ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതായത് ഐഡിയൽ ഗ്യാസിൽ ഇൻറ്റേർണൽ എനർജി പറഞ്ഞാൽ അത് കൈനറ്റിക് എനർജി മാത്രമാണ്. ഓക്കെ, അതിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ഓരോ മോളിക്യൂളിനും ½ kT കൈനറ്റിക് എനർജി ഉണ്ടാവുന്ന, where K is the Boltzmann's constant and capital T is the absolute temperature.
അപ്പോൾ നമുക്ക് എന്താ ഇൻറ്റേർണൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി എന്താ വരിക എന്നറിയോ, F/2 RT ആണ്. F/2 RT. ഓക്കെ, എന്ത് ഒരു മോളിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇതാണ്, അത് കൈനറ്റിക് ആണ്. ഓക്കെ, ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് അവോഗാഡ്രോ നമ്പർ ഇൻറ്റു ബോൾസ്മാൻസ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കിട്ടും. ഇത് 8.314 ആണ്. നിങ്ങളുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് നിങ്ങൾക്ക് എപ്പോഴും അതിനെ 25/3 എന്ന് എടുക്കാം. 25/3 കാരണം 8.854 എന്നാണ്. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 25/3 എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. അതിൽ F എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് മോണോ അറ്റോമിക്കിന് 3 ആണ്, ഡൈ അറ്റോമിക്കിന് 5 ആണ്, പോളി അറ്റോമിക് ലീനിയറിന് 7 ആണ്, നോൺ ലീനിയറിന് 6 ആണ്. ഓക്കെ, ഇതാ പോളി അറ്റോമിക് ലീനിയറിന് 7 ആണ്, നോൺ ലീനിയറിന് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ, ഇത് ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡിയൽ ഗ്യാസിന് അത് കൈനറ്റിക് ആണ്, പ്യുവർലി കൈനറ്റിക്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞപ്പോൾ ട്രാൻസ്ലേഷനിലും റൊട്ടേഷനിലും മാത്രമാണ്. ഇനി വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ അവർ തരും. ഇനി ഈ ഫോർ ഈച്ച് മോഡ് ഓഫ് വൈബ്രേഷൻ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി കൗണ്ടഡ്. അതിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എടുക്കാൻ കാര്യം എന്താണെന്ന് അറിയോ, ഈ വൈബ്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷനിലും ഉണ്ടാവും, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. വൈബ്രേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താ, ദർ മസ്റ്റ് ബി എ റീസ്റ്റോറിങ് ഫോഴ്സ്, ഓസിലേഷൻ ആണല്ലോ, അപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടാവും, കൈനറ്റിക് ഉണ്ടാവും. അതായത് ഫോർ ഈച്ച് മോഡ് ഓഫ് വൈബ്രേഷൻ ദർ വിൽ ബി 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, പിന്നെ വൈബ്രേഷന് മാത്രം കേട്ടോ. ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത എന്താണെന്നറിയോ, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. അതായത് ദി ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം is distributed equally among its all degrees of freedom. The average kinetic energy of each molecule in each degree of freedom is half kT. അതിൽ K പറഞ്ഞാൽ സ്മോൾ ലെറ്റർ K ആണ്, അത് ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്, അത് പറയാൻ പറഞ്ഞു, അതുണ്ട് ഇതിനകത്ത്. പിന്നെന്താ, ആപ്ലിക്കേഷൻ ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഗ്യാസസ്. അതിൽ ഈ സ്പെസിഫിക് ഇതാ ഇവിടെ U ഈക്വൽ ടു എന്താ, നമ്മൾ N മോൾസ് എടുക്കുകയാണെങ്കിൽ ഫോർ N മോൾസ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് നമുക്കെന്ത് പറയാം, ഫോർ N മോൾസ് നമുക്ക് U ഈക്വൽ ടു N മോൾസിന് mF/RT/2. ഓക്കെ, അതായത് ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് എപ്പോഴും കറക്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഡെൽറ്റ U ഈക്വൽ ടു എന്ത് പറയാം, NCV∆T പറയാം, NCV∆T. ഓക്കെ, അതുപോലെ ഇത് U ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡെൽറ്റ U എന്ത് പറയാം, ഡെൽറ്റ U ഈക്വൽ ടു N ഉണ്ട്, F ഉണ്ട്, R ഉണ്ട്, /2 ഉണ്ട്, ∆T ഉണ്ട്. അപ്പോൾ നോക്കൂ, ∆U ൻ്റെ 2 ഫോർമുലയായി നമുക്ക്. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ദിസ് ഈസ് ഈക്വൽ ടു F/2R എന്ന് വരും. F/2R. ഓക്കെ, F/2R. നിങ്ങളൊരു ഗ്യാസ് ഇപ്പോൾ ഓക്സിജൻ ആവട്ടെ, ഹീലിയം ആവട്ടെ, ഹൈഡ്രജൻ ആവട്ടെ, എന്ത് ഗ്യാസ് പറഞ്ഞാലും അത് മോണോറ്റോമിക് ആണോ, ഡൈഅറ്റോമിക് ആണോ, പോളി അറ്റോമിക് ആണോ, ലീനിയർ ആണോ, നോൺ ലീനിയർ ആണോ എന്നൊക്കെ ഒരു അത്യാവശ്യം ഐഡിയ നിങ്ങൾക്കുണ്ട്. നോക്കൂ, അത് ആ ഐഡിയ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസിലി അറിയാം. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയാമെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് CV കണ്ടുപിടിക്കാൻ പറ്റും. F/2 × ക്യാപിറ്റൽ R പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന്, ഈ CV കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് CP എന്താ, CP ഈക്വൽ ടു CV മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം +R ആണ്, +R. അതായത് ഇതിൻ്റെ കൂടെ R ആഡ് ചെയ്താൽ മതി എന്നർത്ഥം. അപ്പോൾ CP മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ 1 + F/2 × R വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഗാമ, ഈ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്, അതായത് CP/CV ഗാമ. ഓക്കെ, എപ്പോഴും നമ്മൾക്ക് ഈ CP ഉണ്ടല്ലോ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ CV എന്നാ. കാര്യം എന്താ, ഒരു ഗ്യാസിനെ ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് ഈസ് ടു ബി സപ്ലൈഡ് ഓൺലി ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. ബട്ട് വെൻ ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമ്മൾ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ മാത്രമല്ല, അതായത് ഹീറ്റ് ഈസ് ടു ബി സപ്ലൈഡ് നോട്ട് ഓൺലി ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ബട്ട് ഓൾസോ ഫോർ എക്സ്റ്റേണൽ വർക്ക് ഡൺ. സോ CP വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ CV. അപ്പോൾ ഇവിടെ CP/CV പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്നറിയോ, 1 + 2 / F എന്ന് വരും.
1 plus 2 by f, where f is the number of degrees of freedom. Okay, f is the number of degrees of freedom. ഇനി നമുക്ക് അവിടെ നിന്ന് പിന്നെ എന്താ മേയേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി മൈനസ് സി വി ദിസ് ഈസ് ഈക്വൽ ടു ആർ എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സി വി ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് വരും എന്നറിയോ, ആർ ബൈ ഗാമ മൈനസ് 1 വരും, ആർ ബൈ ഗാമ മൈനസ് 1. അതേപോലെ സി പി ഈക്വൽ ടു ഗാമ സി വി ആണ്, ഗാമ സി വി, അതായത് ഇതിനെ ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും, ഗാമ പിന്നെന്താ ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 വരും. ഓക്കെ, ദാറ്റ് ഈസ് ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതായത് സി പിയുടെ മറ്റ് ഒരു ഫോർമുലയാണ് ഇത്, സി വി ഇത് സി പി. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്ത് പറയാം, പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോൾ 2 ഗ്യാസ് മിക്സ് ചെയ്തു വിചാരിക്കുക. ഇപ്പോൾ ഞാൻ പറയാം, n1 moles of a gas with n1 moles of a gas with f1 degrees of freedom. Okay, and n2 moles, okay, n2 moles of another gas with f2 degrees of freedom, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഈ n1 മോൾ ഒരു മോൾ പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാ. അപ്പോൾ n1 മോൾസ് ഓഫ് ഫസ്റ്റ് ഗ്യാസ് മിക്സ്ഡ് വിത്ത് n2 മോൾസ് ഓഫ് സെക്കൻഡ് ഗ്യാസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ മിക്സ്ചർ എന്തോ വരും, മിക്സ്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അത് n1 പ്ലസ് n2 വരും. ഓക്കെ, n1 പ്ലസ് n2 ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ മിക്സ്ചർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഗ്യാസ് നമ്മൾ മിക്സ് ചെയ്തു വിചാരിക്കുക. 2 ഗ്യാസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സ്ചറിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, N2F2. ഓക്കെ, ദിസ് ഈസ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദ മിക്സ്ചർ. ആ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, അതിൻ്റെ സി വി കാണാൻ എന്താ, ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഈ ഗാമ എങ്ങനെ കാണാം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഗാമ ഈക്വൽ ടു 1 പ്ലസ് 2 ബൈ എഫ് കാണാം, 2 ബൈ എഫ്. ഓക്കെ, ഇൻറ്റേർണൽ എനർജി കാണണമെങ്കിൽ എന്താ, CNFRT/2. അതായത് എഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. ഓക്കെ, ഇപ്പോൾ ഹീലിയവും ഹൈഡ്രജനും മിക്സ് ചെയ്ത് വിചാരിക്കുക. ഇപ്പോൾ 2 മോൾസ് ഓഫ് ഹീലിയം മിക്സ്ഡ് വിത്ത് 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ നോക്കൂ, ഹീലിയത്തിൻ്റെ 2 മോൾസ് ആണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3. ഹൈഡ്രജൻ്റെ ഇപ്പോൾ 3 മോൾസ് എന്നാ പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡൈ അറ്റോമിക് ആയത് കാരണം 5. അപ്പോൾ ആ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിക്സ്ചറിൻ്റെ ഇത് കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ എഫ് കിട്ടിക്കഴിഞ്ഞാൽ ഗാമ കിട്ടും, സി വി കിട്ടും, സി പി കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും. ഓക്കെ, ഇനി നമ്മളെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ ഗ്യാസിനെ ചൂടാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ഉപയോഗിക്കും, പിന്നെ വർക്കിനും യൂസ് ചെയ്യും. അപ്പോൾ ഈ കൊടുത്ത ഹീറ്റിൽ വാട്ട് ഫ്രാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് വാട്ട് ഫ്രാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ വർക്ക്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോയാണ്. അതായത് ഈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു ഉണ്ടല്ലോ, ദിസ് ഈസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി. NCV ഡെൽറ്റ ടി. ഞാൻ ഒരു കാര്യം പറയാം, അതിൽ ആ സി വി ഉണ്ടല്ലോ, ആ സി വി ഉള്ളത് കൊണ്ട് ഈ ഫോർമുല കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വിചാരിക്കരുത്. ഇത് അൺകണ്ടീഷണലാണ്. അതായത് ഇതൊരു ഐഡിയൽ ഗ്യാസിനെ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു NCV ഡെൽറ്റ ടി, നോട്ട് ഓൺലി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അണ്ടർ എനി കണ്ടീഷൻ. ഓക്കെ, ഇനി ഇപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിലും പ്രഷറിലാണെങ്കിലും ഒക്കെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇത് തന്നെയാണ്. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഡെൽറ്റ ക്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, NCP ഡെൽറ്റ ടി എന്നാണ്, NCP ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഇതെന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു CV ഡിവൈഡഡ് ബൈ CP വരും, CV ബൈ CP, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ ഗാമ വരും. അപ്പോൾ ആകെ കൊടുത്ത ഹീറ്റിൻ്റെ 1 ബൈ ഗാമ ഫ്രാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്കിന് യൂസ് ചെയ്ത ഫ്രാക്ഷൻ എന്താവും, ഡെൽറ്റ W ബൈ ഡെൽറ്റ Q, ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഇപ്പോൾ 1/3 ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ ഉപയോഗിച്ചെങ്കിൽ 2/3 ആവും വർക്കിന് യൂസ് ചെയ്യുക, അങ്ങനെയല്ലേ. അപ്പോൾ 1 മൈനസ് നമുക്ക് എന്ത് പറയാം, 1 ബൈ ഗാമ പറയാം, ഓർ ദിസ് ഈസ് ഈക്വൽ ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തുള്ളത് പിന്നെ എന്താണെന്നറിയോ, പിന്നെ അവർ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എവിടെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ. അതിൽ ഈ കൺസെപ്റ്റ് ഓഫ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻ ഫ്രീ പാത്ത് പറഞ്ഞാൽ ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഈച്ച് മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. അപ്പോൾ ആ മീൻ ഫ്രീ പാത്ത് നമ്മൾ ലാംഡ വെച്ച്, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് പറയാം. അത് ദിസ് ഈസ് ആക്ച്വലി എന്താ 1/√2 പൈ ND² ആണ്.
Okay, where n is the number of molecules per unit volume and d is the diameter of each molecule. ഓക്കെ, അത്രയുമാണ് അതിനകത്തുള്ളത്. പിന്നെ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ് അത് അടുത്തത്. അതിൽ ഫസ്റ്റ് പീരിയോഡിക് മോഷൻ. അതിൽ പീരിയോഡിക് മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനി മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് അറ്റ് ഫിക്സ്ഡ് റെഗുലർ ഇൻറ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ, ആ റെഗുലർ ഇൻറ്റർവലിനെയാണ് നമ്മൾ എന്ത് പറയുക, പീരിയഡ് എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി ഓസിലേറ്ററി ഓർ സർക്കുലേറ്ററി ഓർ വൈബ്രേറ്ററി. ഓക്കെ, മോഷനൊക്കെ ആവാം. പിന്നെ പീരിയഡ് ഓഫ് ഫ്രീക്വൻസി ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഓക്കെ, പിന്നെന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻസ്. അതിൽ നമ്മൾ സാധാരണ അത് നിങ്ങൾക്ക് വരാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ എ, പിന്നെന്താ സൈൻ, പിന്നെയോ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, അതിൽ ഈ എക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ക്യാപിറ്റൽ എ പറഞ്ഞ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അതെന്താ, ഇറ്റ്സ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. പിന്നെ ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഇതിന് നിങ്ങൾക്ക് 2π ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. ഓർ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 2π ഇൻറ്റു ന്യൂ. ഓക്കെ, ആ സൈൻ കഴിഞ്ഞ് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുക. അതായത് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് ഫേസ്. ഓക്കെ, ഇനി എന്താ, ടൈം 0 ആവുമ്പോൾ വെൻ ടി ഈക്വൽ ടു 0 അപ്പോൾ നമുക്കെന്ത് പറയാം, ഫേസ് ഈക്വൽ ടു 5 എന്ന് പറയാം. ഫേസ് ഈക്വൽ ടു 5. ഓക്കെ, അതിനെ ആ ടൈം 0 ആവുമ്പോൾ ഉള്ള ഫേസിനെ നമുക്ക് ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. ആ ഇനീഷ്യൽ ഫേസിന് മറ്റൊരു പേരും കൂടെ പറയും. ഓക്കെ, ഇവിടെ ടി 0 ആകുമ്പോൾ ഉള്ള ഫേസാണ് ഇനീഷ്യൽ ഫേസ്. ഓക്കെ, അപ്പോൾ 5 നമ്മളെന്താ പറയുക, 5 ഈസ് കോൾഡ് ഇനീഷ്യൽ ഫേസ്. ഓക്കെ, ഇനീഷ്യൽ ഫേസ് ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് എപ്പോക്ക്, അല്ലെങ്കിൽ എപ്പോക്ക് എന്ന് പറയാം. അപ്പോൾ സാധാരണ ഒരു എക്സ്പ്രഷൻ തരും, ഇതേപോലെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ആ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എത്ര അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. പിന്നെന്താ ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിങ്, റിസ്റ്റോറിങ് ഫോഴ്സ്, പിന്നെ എനർജി ഇൻ SHM. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റി വി പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഏത് സമയത്തെ വെലോസിറ്റി കാണണോ ആ സമയത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, വെലോസിറ്റി ചെയ്താൽ. ഇനി അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ പറയുക, ഈ പീരിയഡ് കാണാനുള്ള ഒരു ഫോർമുല, പീരിയഡ് കാണാൻ നമുക്ക് മറ്റൊരു ഫോർമുല പറയാം. അതെങ്ങനെയാണ്, അതായത് ഇവിടെ നമുക്ക് ബോഡി ഈസ് മൂവിങ്. നോക്കൂ, ഇവിടെ. ഓക്കെ, ഇത് എക്സ് ഈക്വൽ ടു 0 ആണ്. എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് x1 ആണ്, വെലോസിറ്റി v1 ആണ്. ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് x2 ആണ്, വെലോസിറ്റി v2 ആണ്. മീൻ പൊസിഷനിൽ നിന്ന് അകലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞ് വരിക ചെയ്യുക. അതായത് v1-നേക്കാൾ ചെറുതാണ് v2, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് x1-നേക്കാൾ വലുതാണ് x2. അപ്പോൾ ഇവിടെ t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π. ഓക്കെ, 2π റൂട്ട് ഓഫ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാമെന്നറിയോ, x2 സ്ക്വയർ. ഓക്കെ, മൈനസ് x1 സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ഇവിടെ ഡയമെൻഷനിൽ ഇവിടെ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ ബൈ വെലോസിറ്റി സ്ക്വയർ, ടൈം സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ടൈം കിട്ടും. അതായത് ഇവിടെ ഇപ്പോൾ എന്താണെന്നറിയോ, x1 എന്നുള്ള പൊസിഷനിലെ വെലോസിറ്റി തന്നിട്ടുണ്ട്, x2ലെയും വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതേപോലെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിൽ പിന്നെ നമുക്ക് ഓസിലേറ്ററി മോഷനിൽ പിന്നെ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, വി മാക്സിമം വെലോസിറ്റി ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ എ ആണ്. വി മാക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ എ. അതേപോലെ നമുക്ക് ആക്സിലറേഷൻ എന്താ, ആക്സിലറേഷൻ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എക്സാ. അപ്പോൾ മാക്സിമം ആക്സിലറേഷൻ എന്താ, എ മാക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എ. ഓക്കെ, അത് നമുക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആവാം മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ ഇനി ഇവിടെ മാക്സിമം ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ മാക്സിമം വെലോസിറ്റി. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഒമേഗ. ഓക്കെ, ഇനി നമുക്ക് വി സ്ക്വയർ മാക്സിമം. ഓക്കെ, വി സ്ക്വയർ മാക്സിമം ഡിവൈഡഡ് ബൈ എ വിത്ത് സഫിക്സ് മാക്സ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് റേഷ്യോ വിൽ ഗിവ് യു ദ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ഒക്കെ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് അറിയോ,
പീരിയഡിൻ്റെ എക്സ്പ്രഷൻ പീരിയഡ് ടി ഈക്വൽ ടു ഓക്കെ എന്താ 2π റൂട്ട് ഓഫ് പിന്നെ നമുക്കത് പറയാം ആക്സിലറേഷൻ ഫോർ ഓക്കെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അത് ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയോ? ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിങ് ആണ്. ഓക്കെ, ലോഡഡ് സ്പ്രിങ്ങിൽ നമുക്ക് എന്താ പറയാം, പീരിയഡ് ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ കെ ആണ്. 2π റൂട്ട് ഓഫ് എം ബൈ കെ. ഓക്കെ, അതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇവിടെ നോക്കൂ, ഇതാണ് സ്പ്രിങ്. ഓക്കെ, ഒരു ബ്ലോക്ക് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓവർ എ ഫ്രിക്ഷൻലെസ് സർഫസ്. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കൽ ഓസിലേഷൻ ആണെങ്കിലും ഇത് തന്നെയാണ്, ജിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. 2π റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ കെ. ഓക്കെ, അതിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? പിന്നെ ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൽ ഇത് ഒരു സ്പ്രിങ് ആണ്. ഓക്കെ, ഇത് മറ്റൊരു സ്പ്രിങ് ആണ്. ഇത് രണ്ടും കൂടെ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. മാസ് എം. ഇത് K1 ആണ്, ഇത് K2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സീരീസ് കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാ ഇവിടെ നോക്കൂ, ഇത് ഒരു സ്പ്രിങ് ആണ്. ഓക്കെ, ഇത് മറ്റൊരു സ്പ്രിങ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതെന്താ, ഇത് എം ആണ്. ദിസ് ഈസ് K1 ആൻഡ് ദിസ് ഈസ് K2. ഇവിടെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഇഫക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ K1 പ്ലസ് K2 ആണ്. ഇത് പാരലലാണ്. ഓക്കെ, K ഈക്വൽ ടു K1 പ്ലസ് K2. ഇവിടെ എന്താ, ഇവിടെ K പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. ഓക്കെ, അപ്പോൾ ആ ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ T ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എം ബൈ കെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇനി അതിനകത്ത് അടുത്തത് എന്താ, ഓസിലേഷൻസ് ഓഫ് എ സ്പ്രിങ് ഉണ്ട്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ഉണ്ട്. അതിൽ ഈ സ്പ്രിങ്ങിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു -kx ആണ്, -kx. ഓക്കെ, പിന്നെ മാത്രമല്ല ഒരു സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത് ഇതാണ്. അതായത് നമ്മളൊരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ആ സ്പ്രിങ്ങിനെ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തു വിചാരിക്കുക. ഓക്കെ, ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത് L1 ആണ്, ഇതിൻ്റെ ലെങ്ത് L2 ആണ്. ഓക്കെ, അപ്പോൾ ആ L1 ലെങ്ത് ഉള്ളതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K1 ആണ്, L2 ലെങ്ത് ഉള്ളതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K2 ആണ്. ഓക്കെ, ഒറിജിനൽ എന്തായിരുന്നു? ഒറിജിനൽ L1 പ്ലസ് L2 ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആ L1 ലെങ്ത് ഉള്ളതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ L2 ലെങ്ത് ഉള്ളതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഈ പാർട്ടിൻ്റെ K1, ഈ പാർട്ടിൻ്റെ K2. ഒറിജിനൽ K ആയിരുന്നു, ഒറിജിനൽ ലെങ്ത് L1 പ്ലസ് L2 ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് പാർട്ടിൻ്റെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അതിൽ നമുക്ക് കൈനറ്റിക് എനർജി K എന്ന് പറയാം കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് പിന്നെന്താ എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി യു ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്, ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി ടോട്ടൽ എനർജി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ടോട്ടൽ എനർജി, ദിസ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആണ്, ഇൻറ്റു എ സ്ക്വയർ. അപ്പോൾ ആകെയുള്ള എനർജി പറഞ്ഞാൽ ഇത് കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ വാട്ട് ഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു എന്ത് പറയാം നമുക്ക് പൊട്ടൻഷ്യൽ. അപ്പോൾ അവിടെ എന്താ, പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി. ഇതിന് നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ എ ഹോൾ സ്ക്വയർ പറയാം. ഇത്രയും ഫ്രാക്ഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ 1/3 ആണെങ്കിൽ കൈനറ്റിക് എനർജി 2/3. അതെങ്ങനെ കിട്ടും? 1 - 1/3 ആണ്. അപ്പോൾ ഇത് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ദാറ്റ് ഈസ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ. ഇനി അതുപോലെ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക്, അതിന് K/E ആണ് കാണേണ്ടത്. അതെന്താ, 1 - എന്ത് വരും, എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ ഹോൾ സ്ക്വയർ വരും. ഓക്കെ, എക്സ് ബൈ ക്യാപിറ്റൽ എ ഹോൾ സ്ക്വയർ. അത് ഒരു കാര്യം. ഓക്കെ, ടോട്ടൽ എനർജി വിൽ ഓൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് എന്നാ. അപ്പോൾ ഈ ലോഡഡ് സ്പ്രിങ്ങിൽ നമ്മളെ നോക്കൂ, ഇപ്പോൾ ഇത് വരയ്ക്കുകയാണ് വിചാരിച്ചോ. അപ്പോൾ ഇതിൽ ഇത് ഇങ്ങനെ. ഓക്കെ, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എ ആണ്. ഓക്കെ, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ ആണ്.
ഓക്കെ, ഇവിടെ വൈ ആക്സിസിലുള്ളത് എനർജിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, എനർജി. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഈ വരച്ച ഈ സാധനം ഉണ്ടല്ലോ, ഇത് കൈനറ്റിക് എനർജിയാണ്, കൈനറ്റിക് എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് ഇതേ ഇങ്ങനെ വരിക. ഓക്കെ, ഈ സാധനം എന്താ, ഈ സാധനം പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ടോട്ടൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോട്ടൽ എനർജി ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്, ഇത് ഇങ്ങനെ വരും. ഓക്കെ, ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ്, റൈറ്റ്. ഓക്കെ, ഇതൊക്കെ പാരബോളയാട്ടോ, ഇത് പാരബോളയാണ്, ഇത് പാരബോളയാണ്. ഓക്കെ, ഈ വരച്ചിരിക്കുന്നത് ഇത് പൊട്ടൻഷ്യൽ എനർജി, ഇത് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആവും, കൈനറ്റിക് എനർജി മീൻ പൊസിഷനിൽ മാക്സിമം ആവും. ഓക്കെ, ടോട്ടൽ എനർജി ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജീസ്. ഇനി അടുത്തത് എന്താണെന്ന് അറിയോ, പിന്നെ സിമ്പിൾ പെൻഡുലം. ഈ സിമ്പിൾ പെൻഡുലം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോബ് ദേ ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫിക്സ്ഡ് ആണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ പീരിയഡ് ടി ഈക്വൽ ടു 2π√L/G ആണ്, 2π√L/G. ഓക്കെ, അതിൽ L ഈസ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം. ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് ഇതിനെ ബോബ് എന്നാണ് പറയുക, ഈ ബോബിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ, ബോബിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ. അപ്പോൾ ഈ ബോബ് ഹോളോ ആണ് വിചാരിച്ചോ, അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് ലീക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയോ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആദ്യം സെൻറ്ററിലുണ്ടാവും നിറഞ്ഞിരിക്കുമ്പോൾ, പിന്നെ വെള്ളം ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴേക്ക് വരും. അപ്പോൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ദൂരം കൂടും, അതായത് ലെങ്ത് കൂടും. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം നന്നായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ മേലോട്ട് കയറി വന്ന് പഴയ സെൻറ്ററിൽ തന്നെ പോയി നിൽക്കും. അതായത് ഈ ലിക്വിഡ് പുറത്തേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഈ പീരീഡ് എന്താവും, ഫസ്റ്റ് വിൽ ഇൻക്രീസ് ദെൻ ഇറ്റ് വിൽ ഡിക്രീസ്. ഇനി എ പെൻഡുലം വിത്ത് എ പീരിയഡ് ഓഫ് 2 seconds, അതിന് നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ, ഈ സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് ഓഫ് ദി സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് G/π² എന്നാണ് വരിക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 1 meter ആണ് വരിക, G/π² പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്കറിയണം, എന്താ കൈനറ്റിക്, പൊട്ടൻഷ്യൽ എനർജി, സിമ്പിൾ പെൻഡുലം, പിന്നെന്താ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ടൈം പീരിയഡ്സ്. ഇനി അടുത്തത് വേവ് മോഷനാണ്. അതിൽ നമ്മൾ വേവിൻ്റെയും ഇക്വേഷൻ തന്നിട്ട് നിങ്ങൾ എന്താ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് അങ്ങനെയൊക്കെയുള്ളത് ചോദിക്കാം. അതിൽ ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് പറഞ്ഞു കഴിഞ്ഞാൽ y = a, പിന്നെന്താ സൈൻ, പിന്നെ ω_t - kx എന്നാണ്, ω_t - kx. അതിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ എക്സ് ഉണ്ടല്ലോ, ഈ എക്സ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താ, വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് എക്സ് ഡിറക്ഷൻ എന്നാണ്, എക്സ് ഡിറക്ഷൻ. അത് ഇവിടെ ഈ ω_t - kx ഉണ്ടല്ലോ, അവിടെ ഈ ഇൻ ബിറ്റ്വീൻ kx-നും -ω_tക്കും ഇടയ്ക്ക് വരുന്നത് മൈനസ് ആണെങ്കിൽ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ എന്ന് മനസ്സിലാക്കണം, ഇൻ ബിറ്റ്വീൻ വരുന്ന സൈന് നെഗറ്റീവ് ആണെങ്കിൽ. അതിൽ ഈ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 2π / T ആണ്. ഓക്കെ, ഇതിന് നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി പറയാം. ഇവിടെ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പറയുക പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നാണ്, 2π / λ. ഓക്കെ, ഇത് നമുക്ക് എന്താ എഴുതാം, 2π × ന്യൂ എന്ന് പറയാം, 2π × ന്യൂ. ആൻഡ് ഇതിന് നിങ്ങൾക്ക് 2π × ന്യൂ ബാർ എന്ന് പറയാം, ന്യൂ ബാർ. അതിൽ ഈ ന്യൂ ബാർ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 1/λ. ഇതിന് നമ്മൾ പറയുക വേവ് നമ്പർ എന്നാണ് പറയുക, വേവ് നമ്പർ, അതായത് നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ഇവിടെ ന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് 1/t ആണ്, അത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇനി നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യും. അതിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഡിറക്ഷന് പാരലൽ ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലൈറ്റ് ട്രാൻസ്വേഴ്സ് ആണ്, സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനലാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ വേവ് ഒരു മീഡിയത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ 2 മോഷനുണ്ട്, പാർട്ടിക്കിൾ മോഷനും ഉണ്ട്, അതേപോലെ തന്നെ എന്താ വേവ് മോഷനും ഉണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ എന്താ ഓസിലേറ്റ് ചെയ്യാണ്, ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് എന്താ മീൻ പൊസിഷനിൽ മാക്സിമം വെലോസിറ്റി, എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് 0 ആവും. ഓക്കെ, പക്ഷേ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. അതിൽ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി ഉണ്ടല്ലോ, അതിനെ വേവ് വെലോസിറ്റി പറയും, വേവ് വെലോസിറ്റി. അതിനെ മാത്രമല്ല, അതിനെ നമുക്ക് വേണമെങ്കിൽ ഫേസ് വെലോസിറ്റി എന്നും പറയാം കേട്ടോ, വേവ് വെലോസിറ്റി ഓർ ഫേസ് വെലോസിറ്റി. അത് കോൺസ്റ്റന്റ് ആണ് v, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ω / k ആണ്, ω/k.
and this is also equal to lambda divided by period t, and this is also equal to nu lambda, the speed with which the wave propagates. അതായത് ഇതിങ്ങനെ തന്നു വിചാരിക്കുക, അതിൽ ഒമേഗ ബൈ കെ ചെയ്ത് കഴിഞ്ഞാൽ വേവിൻ്റെ പ്രൊപ്പഗേഷൻ സ്പീഡ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇനി എന്താണെന്നറിയോ, നമ്മൾ ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് മോഷൻ ഉണ്ട്. വേവ് മോഷൻ ദാറ്റ് ഈസ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്, പിന്നെ പാർട്ടിക്കിൾ മോഷൻ ദാറ്റ് ഈസ് വിത്ത് വേരിയബിൾ സ്പീഡ്. പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുക, മീൻ പൊസിഷനിൽ മാക്സിമം സ്പീഡ്, എക്സ്ട്രീമിൽ 0. അപ്പോൾ ഇവിടെ റേഷ്യോ ഓഫ് ദി ഇത് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി, ഓക്കെ, ടു ദ വേവ് വെലോസിറ്റി, റേഷ്യോ ഓഫ് ദി മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ടു ദ വേവ് വെലോസിറ്റി, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കെ എന്നാ കിട്ടുക കേട്ടോ, കെ എ. അതിൽ കെ പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ വേവ് മോഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്, സ്പീഡ് ഓഫ് വേവ് മോഷൻ, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഫോർ എ പ്രോഗ്രസീവ് വേവ്, അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ എഴുതിയത്. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ്. അതായത് സി വെൻ 2 or more waves propagate through a medium, okay, the resultant displacement at any point will be the sum of the displacements due to individual waves എന്നാണ്. അത് ആയിക്കോട്ടെ. പിന്നെന്താ, റിഫ്ലക്ഷൻ ഓഫ് വേവ് ഉണ്ട്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ് കേട്ടോ, ദിസ് വൺ. ഓക്കെ, ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ, അത് അവിടെ നിൽക്കട്ടെ. ഇനി റിഫ്ലക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്ലക്ഷൻ ക്യാൻ ബി ഫ്രം ഫ്രീ ബൗണ്ടറി. ഓക്കെ, ഫ്രീ ബൗണ്ടറിയിൽ നിന്നാവാം. ഈ ഫ്രീ ബൗണ്ടറിയിൽ നിന്നാണെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് വേവ് y ഈക്വൽ ടു ക്യാപിറ്റൽ E, പിന്നെ എന്താ സൈൻ എന്താ ഒമേഗ ടി പ്ലസ് കെ എക്സ് വരും. ഓക്കെ, റിഫ്ലക്റ്റഡ് ഫ്രീ ബൗണ്ടറിയിൽ നിന്നാണെങ്കിൽ ഇത് റിഫ്ലക്റ്റഡ് ആണ് കേട്ടോ, റിഫ്ലക്റ്റഡ് വൈ ഡാഷ്. ഇനി പിന്നുള്ളത് റിജിഡ് ബൗണ്ടറിയിൽ നിന്നാണ്. ഓക്കെ, റിജിഡ് ബൗണ്ടറിയിൽ നിന്നാണെങ്കിൽ വൈ ഡാഷ്. ഓക്കെ, ഇഫ് ദ റിഫ്ലക്ഷൻ ഈസ് ഫ്രം എ റിജിഡ് ബൗണ്ടറി, അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ് വൈ ഡാഷ് ദിസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ സൈൻ ഒമേഗ ടി പിന്നെയോ പ്ലസ് കെ എക്സ് ആണ്. ഓക്കെ, സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്, പിന്നെന്താ ഒരു ഫേസ് ഡിഫറൻസ് കൂടെ ഉണ്ടാവും പൈ, അത് ഫ്രീ ബൗണ്ടറിയിൽ നിന്നാണെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി എന്താ വരിക അറിയോ, ഇത് ഈ സാധനം. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു നമുക്കെന്ത് പറയാം, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, സൈൻ പിന്നെന്താ ഒമേഗ ടി പ്ലസ് കെ എക്സ് പറയാം, സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്. അപ്പോൾ ഇത് ഫ്രീ ബൗണ്ടറിയിൽ നിന്ന്, ഇത് റിജിഡ് ബൗണ്ടറിയിൽ നിന്ന്. ഈ രണ്ട് കേസിലാണെങ്കിലും ഇൻസിഡൻറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഇതാണ് എ സൈൻ പിന്നെന്താ ഒമേഗ ടി മൈനസ് കെ എക്സ്. നോക്കൂ, ഇൻസിഡൻറ്റ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ. അതെങ്ങനെ മനസ്സിലായി? ഈ ഇടയ്ക്ക് കാണുന്നത് നെഗറ്റീവ് ആണെങ്കിൽ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. റിഫ്ലക്റ്റഡ് വേവ് ഫ്രീ ബൗണ്ടറിയിൽ നിന്നാണെങ്കിലും റിജിഡ് ബൗണ്ടറിയിൽ നിന്നാണെങ്കിലും എന്താ, റിഫ്ലക്റ്റഡ് വേവ് എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വരുന്നത്. ഇത് പോയിട്ട് ഫ്രീ ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ ഇതാണ് റിഫ്ലക്റ്റഡ് വേവ്. ഈ വേവ് റിജിഡ് ബൗണ്ടറിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ, രണ്ടാണെങ്കിലും ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യും, അതുകൊണ്ടാണ് ആ ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന മൈനസ് പ്ലസ് ആവുന്നത്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്, റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്, പിന്നെ സ്റ്റാൻഡിങ് വേവ്സ് ഇൻ സ്ട്രിങ്സ് ആൻഡ് ഓർഗൻ പൈപ്സ്. അതിൽ നമുക്ക് സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്ട്രിങ്, ഇപ്പോൾ നോക്കൂ, ഈ സ്ട്രിങ്ങിൽ നോക്കാം. ഈ സ്ട്രിങ്ങിൽ ദേ ഇതാ, ഓക്കെ, ഇത് ഒരെണ്ണം, ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ മോഡ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് സി ദിസ് ഈസ് ദി ഫണ്ടമെൻ്റൽ മോഡ്, റൈറ്റ്. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഓക്കെ, ഇതാ ഇവിടെ സി റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് മോഡ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ, ഇനി അതേ ലെങ്ത് തന്നെ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് മാറ്റാൻ പാടില്ല കേട്ടോ, അതേ ലെങ്ത് തന്നെ. അതായത് തേർഡ് മോഡിൽ ദേ ഇങ്ങനെ വരും. ഓക്കെ, തേർഡ് മോഡിൽ ദേ ഇങ്ങനെ വരും, റൈറ്റ്. അതിൽ ഇവിടെ നോക്കൂ, മൊത്തം ലെങ്ത്തിൽ എന്താ ഉള്ളത്, ഹാഫ് വേവ് ഉള്ളത്. അപ്പോൾ എൽ ഈക്വൽ ടു ലാംഡ 1 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, ഇവിടെ എൽ ഈക്വൽ ടു ലാംഡ 2 ആണ്. ഇവിടെ എൽ ഈക്വൽ ടു 3 ലാംഡ 3 ഡിവൈഡ് ബൈ 2 ആണ്, 3 ലാംഡ 3/2. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഇൻ ദ nth മോഡ് ദിസ് ഈസ് ഈക്വൽ ടു NV ഡിവൈഡഡ് ബൈ 2L ആണ്, NV/2L. ഓക്കെ, എല്ലാ ഹാർമോണിക്സും പ്രസൻറ്റാണ്. N ഈക്വൽ ടു 1 2 3 4 എല്ലാ ഹാർമോണിക്സും പ്രസൻറ്റാണ്.
അതിൽ ഇവിടുത്തെ കേസ് ഉണ്ടല്ലോ, ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വിത്ത് സഫിക്സ് 1, ദിസ് ഈസ് ഈക്വൽ ടു V/2L ആണ്, V/2L. ആൻഡ് ദിസ് ഈസ് ഫസ്റ്റ് ഹാർമോണിക്. ഒരു സിസ്റ്റത്തിന് വൈബ്രേറ്റ് ചെയ്യാവുന്ന മിനിമം ഫ്രീക്വൻസി, അതാണ് ഫസ്റ്റ് ഹാർമോണിക്, അതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. നമ്മൾ ഈ ഹാർമോണിക് പറയുമ്പോഴെന്താണെന്നറിയോ, ഫണ്ടമെൻ്റൽ ഇൻറ്റു എത്ര നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഹാർമോണിക് പറയുക. ഇതാണ് ജനറലി. ഓക്കെ, ദിസ് ഈസ് ദി ഫണ്ടമെൻ്റൽ. ഓക്കെ, ദിസ് ഫസ്റ്റ് നമുക്കെന്ത് പറയാം, ഇത് ഇവിടെ ഇരിക്കട്ടെ, റൈറ്റ്. ഇത് ഫണ്ടമെൻ്റൽ ആണ്. ഓക്കെ, ദിസ് ഈസ് ഫണ്ടമെൻ്റൽ, റൈറ്റ്, ഫണ്ടമെൻ്റൽ. ഇവിടെ നമുക്ക് ന്യൂ 2, ദിസ് ഈസ് ഈക്വൽ ടു 2 ν1 വരും, 2 ν1. ദിസ് ഈസ് നമുക്കെന്ത് പറയാം, സെക്കൻഡ് ഹാർമോണിക് എന്നാണ്. ദിസ് ഈസ് സെക്കൻഡ് ഹാർമോണിക്. ഓക്കെ, സെക്കൻഡ് ഹാർമോണിക്, ഓർ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഓവർടോൺ, ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ഇവിടെ ന്യൂ വിത്ത് സഫിക്സ് 3, ഇവിടെ ഇത് 3 ν1 എന്നാണ്, 3 ν1. അപ്പോൾ 3 ഇൻറ്റു ഫണ്ടമെൻ്റലാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഈ സിസ്റ്റത്തിന് വൈബ്രേറ്റ് ചെയ്യാവുന്ന മിനിമം ഫ്രീക്വൻസി ഇതാ. അത് കഴിഞ്ഞാൽ പിന്നെന്താ, അതിൻ്റെ ഡബിൾ. ഇതിപ്പോൾ ഒരു 100 Hz ആണ് വിചാരിച്ചു, പിന്നെ 200 വൈബ്രേറ്റ് ചെയ്യൂ, അത് കഴിഞ്ഞാൽ 300 വൈബ്രേറ്റ് ചെയ്യൂ. അപ്പോൾ ആ 200 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 100, അതായത് 2 ഇൻറ്റു ഫണ്ടമെൻ്റലാണ്. സോ ഇറ്റ് ഈസ് സെക്കൻഡ് ഹാർമോണിക്. ഇത് 3 ഇൻറ്റു ഫണ്ടമെൻ്റലാണ്. സോ ഇറ്റ് ഈസ് തേർഡ് ഹാർമോണിക്. ഫണ്ടമെൻ്റൽ ഇൻറ്റു എത്ര വരണേ നോക്കുക, അതാണ് ഹാർമോണിക്. പക്ഷേ ഓവർടോൺ പറയുമ്പോൾ ഫണ്ടമെൻ്റൽ കഴിഞ്ഞ് ആദ്യം കാണുന്നത് മൾട്ടിപ്പിൾ എത്രയാണെന്നൊന്നും നോക്കണ്ട, ആദ്യം കാണുന്നത് ഫസ്റ്റ് ഓവർടോൺ, പിന്നെയുള്ള പോസിബിലിറ്റി സെക്കൻഡ്, പിന്നെ തേർഡ്, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇതെന്താ, ഇത് നമുക്ക് ദിസ് ഈസ് തേർഡ് ഹാർമോണിക്. ഓക്കെ, ഇത് 3 ഇൻറ്റു ഫണ്ടമെൻ്റൽ ആണ്. സോ ദിസ് ഈസ് third harmonic, or it can be called as second overtone. Okay, second overtone, right, second overtone. പിന്നെ ഇനി നമ്മൾ പറയേണ്ടത് എന്താണെന്നറിയോ, ഓർഗൻ പൈപ്സ് ആണ്. ഈ ഓർഗൻ പൈപ്സിൽ ക്ലോസ്ഡ് പൈപ്പും ഉണ്ട്, ഓപ്പൺ പൈപ്പും ഉണ്ട്. ഈ ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബോത്ത് എൻഡ്സ് ഓപ്പൺ ആണ് കേട്ടോ, രണ്ട് എൻഡും ഓപ്പൺ ആണ്, ബോത്ത് എൻഡ്സ് ഓപ്പൺ. ഓക്കെ, ബോത്ത് എൻഡ്സ് ഓപ്പൺ. ഇനി ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു എൻഡ് ഓപ്പൺ ആണ്, ഒരു എൻഡ് ക്ലോസ്ഡാണ്, അതായത് വൺ എൻഡ്സ് ഓപ്പൺ. ഓക്കെ, പിന്നെന്താ, അതർ എൻഡ്സ്. ഓക്കെ, വൺ എൻഡ് ഓപ്പൺ ആണ് ആൻഡ് ദ അതർ എൻഡ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, വൺ എൻഡ് ഓപ്പൺ, വൺ എൻഡ്സ് ക്ലോസ്ഡ്. ഇതാണ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ ഈ ഓപ്പൺ പൈപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഓപ്പൺ പൈപ്പിൽ നമുക്ക് എന്ത് പറയാം, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ V/2L ആണ്, V/2L. അടുത്തത് എന്താ, അടുത്തത് 2V/2L ആണ്. ഓക്കെ, അടുത്തത് എന്താ, 3V/2L ആണ്, 3V/2L. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ. ഇവിടെ എന്താ, ഇത് ഫണ്ടമെൻ്റൽ ഇൻറ്റു 2 ആണ്. സോ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹാർമോണിക്. ഇത് ഫണ്ടമെൻ്റൽ ഇൻറ്റു 3 ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ തേർഡ് ഹാർമോണിക്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ ഫസ്റ്റ്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്. ഫണ്ടമെൻ്റൽ കഴിഞ്ഞ ആദ്യത്തെ പോസിബിലിറ്റി ഇതാ, സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓവർടോൺ. പിന്നെ ഇതാണ്, സോ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഓവർടോൺ, അങ്ങനെ വരും. ഇവിടെ ഈ ക്ലോസ്ഡ് പൈപ്പിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസ്ഡ് പൈപ്പിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആണ്, 4L. ഓക്കെ, ഇവിടെയോ, ഇവിടെ അടുത്ത പോസിബിലിറ്റി 3V/4L ആണ്. ഓക്കെ, പിന്നെ അടുത്ത പോസിബിലിറ്റി എത്രയാ, 5V/4L ആണ്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ ആണ്, ഫണ്ടമെൻ്റൽ. ഓക്കെ, ഇതെന്താ, ഇത് 3 ഇൻറ്റു ഫണ്ടമെൻ്റലാണ്, 3 ഇൻറ്റു V/4L ആണ്. സോ ദിസ് ഈസ് തേർഡ് ഹാർമോണിക്, അതായത് സെക്കൻഡ് ഹാർമോണിക് ഇവിടെ പോസിബിൾ അല്ല എന്നർത്ഥം, തേർഡ് ഹാർമോണിക്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ, ഇത് ഫിഫ്ത്ത് ഹാർമോണിക്കാണ്, ഫിഫ്ത്ത് ഹാർമോണിക്. അതായത് ആ സിസ്റ്റത്തിന് സെക്കൻഡ് ഹാർമോണിക്കിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ, തേർഡിൽ പറ്റും, ഫോർത്തിൽ പറ്റില്ല, ഫിഫ്ത്തിൽ പറ്റും. ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസൻറ്റ്. 1 ഇൻറ്റു ഫണ്ടമെൻ്റൽ, 3 ഇൻറ്റു ഫണ്ടമെൻ്റൽ, 5 ഇൻറ്റു ഫണ്ടമെൻ്റൽ, അങ്ങനെയുള്ള ഫ്രീക്വൻസീസിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ മാസ്റ്റർ ഷോർട്സിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്താ, അത്യാവശ്യമുള്ള എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ, 3-4 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുക കേട്ടോ. ഇനി പറയേണ്ടത് എന്താണെന്നറിയോ, നമ്മളുടെ ബീറ്റ്സ് ആണ്, ബീറ്റ്സ്. അതായത് even two sources of slightly different frequencies are sounded together. അപ്പോൾ എന്താവും, ബീറ്റ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അതിൽ നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് പെർ സെക്കൻഡ്, അതിന് നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. ആ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ, ദിസ് ഈസ് ഈക്വൽ ടു രണ്ട് സോഴ്സിൻ്റെയും ഫ്രീക്വൻസീസിൻ്റെ ഡിഫറൻസ് കാണുക. ഇതിങ്ങനെ ഇങ്ങനെ വളച്ചിട്ടിരിക്കണമല്ലോ, സ്ട്രെയിറ്റ് സബ്ട്രാക്ഷൻ അല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, അതിൻ്റെ ഡിഫറൻസ് കാണുക എന്നാ.
ന്യൂ 1 മൈനസ് ന്യൂ 2 ആവണമെന്നില്ല, ന്യൂ 2 മൈനസ് ന്യൂ 1 ആവാം. വലുതിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ എന്താ ബീറ്റ് ഫ്രീക്വൻസി, നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് ഓഫ് ദ ടു സോഴ്സസ് എന്നാ. ഇവിടെയും നമ്മൾ ഇപ്പോൾ എന്താ പറയുക, എങ്ങനെയത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മാസ്റ്റർ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഇനി ഒരു ട്യൂണിങ് ഫോർക്കിൽ, ഈ ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഫ്രീക്വൻസി ഓഫ് എ ട്യൂണിങ് ഫോർക്ക്. ഓക്കെ, ഇവിടെ എന്താ ഫ്രീക്വൻസി ഓഫ് എ ട്യൂണിങ് ഫോർക്ക്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് എ ട്യൂണിങ് ഫോർക്ക്. അതിൽ നമ്മൾ എന്താ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അത് വാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യുക, ശകലം മാസ് കൂട്ടുക. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിങ് ഫോർക്ക് വിൽ ഡിക്രീസ്. ഓക്കെ, പിന്നെ ഉരച്ച് കളയുക, ഫയലിംഗ്. ഓക്കെ, അപ്പോഴെന്താ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിങ് ഫോർക്ക് വിൽ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അറിയണം. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഇവിടെ നിങ്ങൾക്ക് ആ ബീറ്റ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, നമ്മൾ വി ഹാവ് 2 ട്യൂണിങ് ഫോർക്സ്, 2 ട്യൂണിങ് ഫോർക്ക് ഉണ്ട് വിചാരിച്ചോ. അതിൽ എ എന്നുള്ള ട്യൂണിങ് ഫോർക്ക് ഉണ്ട്, ഇതിൻ്റെ ഫ്രീക്വൻസി ഈസ് നോൺ, ദിസ് ഈസ് 256 ഹെർട്സ് വിചാരിച്ചു. വെൻ ദിസ് ഈസ് എക്സൈറ്റഡ് വിത്ത് അനദർ ട്യൂണിങ് ഫോർക്ക് ബി ഓഫ് അൺനോൺ ഫ്രീക്വൻസി, 4 ബീറ്റ് കേട്ടു. ഈ എയും ബിയും കൂടെ എക്സൈറ്റ് ചെയ്തപ്പോൾ 4 ബീറ്റ് കേട്ടു. അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എയുടെ 256 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബി എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ബീറ്റ് കേൾക്കുമെങ്കിൽ അപ്പോൾ ഈ ബിയുടേത് ഒന്നുകിൽ എത്രയാ 260 ആവും, അതായത് 256ആയിട്ട് 4 ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ബിയുടേത് എന്താവും, അതല്ലെങ്കിൽ ബിയുടേത് 252 ആവും. ഇതിലേതോ ഒന്നാണ്, അതറിയാം, ഏതോ ഒന്നാണ്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, സി വെൻ എ ഈസ് ലോഡഡ് വിത്ത് സം ബാഗ്സ്, എ ലോഡ് ചെയ്തു. ഓക്കെ, ദെൻ ദ ബീറ്റ് ഫ്രീക്വൻസി ബിക്കംസ് 5. എ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. എയുടെ ഫ്രീക്വൻസി കുറയുമ്പോൾ എ എന്നുള്ളത് അല്പം താഴോട്ട് വരും. അപ്പോൾ ഇതായിരുന്നു ബി എങ്കിൽ നോക്കൂ, എ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഡിഫറൻസ് എന്ത് ചെയ്തു, ഡിഫറൻസ് കുറഞ്ഞു. പക്ഷേ ഇവിടെ എന്താ, ഇത് നേരത്തെ 4 ഉണ്ടായിരുന്നു, 5 ആവുക ചെയ്ത്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ഒന്നുകിൽ ഇതായിരുന്നെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് കുറയുകയായ ബീറ്റ് ഫ്രീക്വൻസി കുറയണം. പക്ഷെ ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ഇതല്ല, ബി ഇതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ അൺനോൺ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് നിങ്ങൾക്ക് വേവ്സ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ അത്യാവശ്യമായിട്ട് ജീവിച്ചു പോകാൻ അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു.